Hello dear students, welcome to Madhur. നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSc മാത്സിന്റെ 4th സെമസ്റ്ററിലുള്ള സബ്ജക്റ്റീവ് വൈവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിസിസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ചാപ്റ്റർ 1 പറയുന്ന ഫസ്റ്റ് കാര്യമാണ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചെറിയ ചെറിയ ഡെഫിനിഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സ്റ്റെൻഡഡ് പ്ലെയിൻ എന്താണെന്നാണ്. ഓക്കെ, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിന്റെ കൂടെ ഇൻഫിനിറ്റി എന്നുള്ളൊരു പോയിന്റിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, യൂണിയൻ എടുക്കുക. ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സി യൂണിയൻ ഇൻഫിനിറ്റി, നമ്മൾ അതിനെ സി ഇൻഫിനിറ്റി എന്ന് ഡിനോട്ട് ചെയ്യും. ഇതാണ് എന്ത്, നമ്മുടെ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഐഡിയ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു യൂണിറ്റ് സ്ഫിയർ ഉണ്ട്, അതായത് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സ്ഫിയർ നമ്മൾ എടുക്കുക. ആ സ്ഫിയറിന്റെ കറക്റ്റ് സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, ഇനി സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഐഡിയ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ഫിയറിന്റെ നോർത്ത് പോളിന്ന്, ഓക്കെ, നോർത്ത് പോളിനെയും ഈ പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നോക്കൂ, അത് എങ്ങനെയായാലും അറ്റ്ലീസ്റ്റ് ഈ സ്ഫിയറിന്റെ ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നോർത്ത് പോളിനെയും കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഫിയറിലുള്ള ഒരു പോയിന്റ് സെറ്റിൽ എന്ത് ചെയ്യും, നമ്മുടെ ലൈന് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഈ സ്ഫിയറിൽ ഏതൊരു പോയിന്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനിൽ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തിരിച്ചും പറയാം, കോംപ്ലക്സ് പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സ്ഫിയറിൽ നമുക്കൊരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഇതൊരു 1-1 കറസ്പോണ്ടൻസ് അല്ലേ, അതായത് പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ സ്ഫിയറിൽ ഒരു പോയിന്റ് ഉണ്ട്, സ്ഫിയറിൽ ഒരു പോയിന്റ് ഉണ്ട്, പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു ഐഡിയ നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു പോയിന്റ് സെറ്റിന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, z x plus iy. ഓക്കെ, അതേപോലെ ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്ഫിയറിൽ ഒരു പോയിന്റ് അല്ലേ. അപ്പൊ ഈ നമ്മളെ സ്ഫിയറിലുള്ള പോയിന്റ് സെറ്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, ഒന്ന് x1 ഉണ്ടായിരിക്കും, ഒന്ന് x2 ഉണ്ടായിരിക്കും, ഒന്ന് x3 ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി z x plus iy എന്നുള്ള പോയിന്റിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം, സിമ്പിൾ ആയിട്ട് x, y എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ, നമുക്ക് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു പോയിന്റ് നമുക്ക് തന്നു, അതായത് z x plus iy എന്നുള്ള ഒരു പോയിന്റ് കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിലെ പോയിന്റ് എന്താണ്, സ്ഫിയറിലെ പോയിന്റ് എന്നുള്ളത് x1, x2, x3 എന്നുള്ള പോയിന്റ് അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്കിതാ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, x1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക, x1 എന്നുള്ള കോർഡിനേറ്റ് 2x by mod z square plus 1. ഓക്കെ, ഇനി ഇതിൽ x2 എന്നുള്ള കോർഡിനേറ്റ് 2y by mod z square plus 1. ഇനി x3 എന്നുള്ള സ്ഫിയറിലെ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ mod z square minus 1 by mod z square plus 1. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ mod z square എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ z എന്നാണല്ലോ ഡിനോട്ട് ചെയ്തത്. നോക്കൂ, ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് ആണ് എന്ത്, അതിന്റെ മോഡ് z. ഓക്കെ, അപ്പൊ മോഡ് z സ്ക്വയർ എന്തായിരിക്കും, ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മോഡ് z സ്ക്വയർ എന്നാൽ എന്താണ്, ഇതിലുള്ള മോഡ് z സ്ക്വയർ ഒക്കെ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു പോയിന്റ് x plus iy തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഫിയറിലെ പോയിന്റ് x1, x2, x3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്തും പറയാം, സ്ഫിയറിലുള്ള x1, x2, x3 തന്നാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് പ്ലെയിനിലുള്ള x plus iy ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, നമുക്ക് നമ്മുടെ സ്ഫിയറിലുള്ള x1, x2, x3 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, z x plus iy എന്നുള്ള പോയിന്റ് കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ഫിയറിലുള്ള പോയിന്റ് x1, x2, x3 തന്നു കഴിഞ്ഞാൽ z x plus iy എന്നുള്ള കോംപ്ലക്സ് പ്ലെയിനിലുള്ള പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്, ഇതിൽ നമുക്ക് എക്സും വൈയും കിട്ടിയിട്ട് അതിനെ x plus iy ഫോമിൽ എഴുതി നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, x1 by 1 minus x3. ഓക്കെ, ഇനി ഇതിൽ y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, x2 by 1 minus x3. ഓക്കെ, അപ്പോൾ x1, x2, x3 ഈ വാല്യൂസ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x ഉം y ഉം കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി,
z is equal to x plus iy ഫോമിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ this plus I into this എന്നുള്ള ഫോമിൽ നമ്മൾ മാറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? x1 plus I x2 by 1 minus x3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ z is equal to x plus iy എന്നുള്ള കോംപ്ലക്സ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺവേർജൻസ് ഡൈവേർജൻസിനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് എ എന്നുള്ളത് എന്താണ് കോംപ്ലക്സ് പ്ലെയിനുള്ള ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് എന്ത് എ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ സീക്വൻസിന്റെ ഒരു സമ്മ് ചൂസ് ചെയ്യാം, ഒരു സീരീസ് ചൂസ് ചെയ്യാം. അതായത് സമ്മേഷൻ n equal to 0 to infinity a, അതായത് a0 plus a1 plus a2 plus a3 plus etc plus an plus etc. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് n+1 ടേംസ് ഏതായിരിക്കും? a0 മുതൽ an വരെ n+1 ടേംസ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യാം? z എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ z എന്ന് പറഞ്ഞാൽ എന്താണ്? a0 plus a1 plus a2 plus etc plus an. ഓക്കെ, ഇനി നോക്കൂ, ഇത് നമ്മൾ z0 എടുത്ത് നോക്കൂ. z0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? a0. z1 എന്ന് പറഞ്ഞാൽ a0 plus a1, z2 എന്ന് പറഞ്ഞാൽ a0 plus a1 plus a2 etc. z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം a0 plus a1 plus etc plus a. ഈ സീരീസ് ഇല്ല, നമുക്ക് ഇവിടെ ഒരു സീരീസ് കിട്ടില്ല. z0, z1, z2 etc zn etc. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ സം എന്ന് പറയുന്നത്. പാർഷ്യൽ സം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ z0, z1 etc zn etc. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണിത്. ഇനി നോക്കൂ, ഇതിൽ n ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കേസസ് ഇവിടെ വരും. ഓക്കെ, അതായത് നമുക്ക് ഈ സീരീസ് ഒന്നുകിൽ ഈ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, z0, z1 etc zn എന്നുള്ള ഈ സീക്വൻസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഒരു പ്രത്യേക നമ്പറിലേക്ക് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, കൺവേർജ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ആൻസർ കിട്ടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? z എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? ഈ സീക്വൻസ് എന്ത് ചെയ്യും? ആ z0, z1 etc എന്നുള്ള ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യില്ല. ഓക്കെ, കൺവേർജ് ചെയ്യാത്ത കേസിൽ നമ്മൾ അതിനെ ഡൈവേർജന്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അതിന് എന്ത് കിട്ടൂല? നമുക്കൊരു ഫൈനൈറ്റ് സമ്മ് കിട്ടില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ കേസ്. ഇനി ചില കേസിൽ കേസ് 1 ഉം കേസ് 2 എന്ത് ചെയ്യില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല. ചില കേസിൽ നമ്മൾ അതിനെ ഓസിലേറ്ററി എന്ന് പറയും. ഓക്കെ, കൺവേർജ് ചെയ്യുകയും ചെയ്യില്ല, ഡൈവേർജ് ചെയ്യുകയും ചെയ്യില്ല. ആ കേസിൽ നമ്മൾ ഈ സീരീസിനെ നമ്മൾ എന്ത് പറയും? ഓസിലേറ്ററി സീരീസ് എന്ന് പറയും. ഓക്കെ, അതാണ് 3 കേസ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 1/2 plus 1/4 plus extra plus എന്നുള്ള ഒരു സീരീസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതിന്റെ കൺവേർജൻസ് ഡൈവേർജൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാമ്പിൾ പഠിച്ചു വെക്കണം. നോക്കൂ, നമുക്ക് ഇതിനെ 1/2 plus 1/4 plus 1/8 plus നമുക്ക് സമ്മേഷൻ n equal to 1 to infinity 1/2 raised എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. zn നെ നമുക്ക് 1/2 plus 1/2 square plus extra plus 1/2 raised എന്ന് എഴുതാം. ഓക്കെ, nth ടേമിന് ഓക്കെ പാർഷ്യൽ സമ്മിലെ nth ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? z എന്ന് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് 1/2 ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇത് നോക്കൂ, ഇതൊരു GP ആണ്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. നമുക്കറിയാം GP യുടെ ഇക്വേഷൻ a into 1 minus r raised to n by 1 minus r ആണ്. GP യുടെ സമ്മ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷന്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സമ്മ് ഫൈൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 minus 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് n tends to infinity ആവുമ്പോൾ ഡിനോമിനേറ്റർ എന്താവും? ഡിനോമിനേറ്റർ ഒരു ലാർജ് നമ്പർ ആയിട്ട് പോകും, 2 എന്നുള്ളത്. അപ്പൊ 1 ലാർജ് നമ്പർ എന്നുള്ളത് 0 പോകും. അപ്പൊ ഈ ലാസ്റ്റ് ടേം ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1 ആ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റ് n tends to infinity zn ന്റെ വാല്യൂ എന്താണ്? 1 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് എന്താണ്? 1 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് എന്തുണ്ട്? ഈ സീരീസിന് ഒരു സം ഉണ്ട്. ഈ സമ്മ് ഫൈനൈറ്റ് ആണ്. ആ വാല്യൂ എത്രയാണ്? 1 ആണെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെഫിനിഷൻ ആണ് പവർ സീരീസ്. ഓക്കെ, എ പവർ സീരീസ് ഇൻ പവേഴ്സ് ഓഫ് z minus z0 is an infinite series of the form. ഓക്കെ, നമ്മൾ z minus z0ന്റെ പവേഴ്സിലുള്ള പവർ സീരീസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതായിരിക്കും അതിന്റെ പവർ സീരീസിന്റെ ഫോം. സമ്മേഷൻ n equal to 0 to infinity an into z minus z0 raised to n എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്? n നെ നമ്മൾ 0 മുതൽ കൊടുത്തു കഴിഞ്ഞാൽ a0 plus a1 into z minus z0 plus a2 into z minus z0 square plus etc. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സീരീസ്. ആരുടെ പവറുള്ള? z minus z0ന്റെ പവറിലുള്ള പവർ സീരീസ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഓക്കെ,
അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എത്ര ഓർത്തിരിക്കുക, ഇതാണ് എന്ത് ഒരു പവർ സീരീസിന്റെ ഫോം. ഓക്കെ, ഇവിടെ z എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്, a0 a1 a2 എക്സെട്ര എന്നുള്ളത് എന്താണ് ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ്, കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ്. നമ്മൾ അതിനെ പറയാ കോഎഫിഷ്യൻസ് എന്നാണ് പറയാ. ഓക്കെ, ഇവിടെ z0 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ z0 നമ്മൾ സെന്റർ ഓഫ് ദി സീരീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിലുള്ള z ഒരു വേരിയബിൾ ആണ്. ഓക്കെ, a0 a1 a2 എക്സെട്ര ഒക്കെ എന്താണ് കോൺസ്റ്റന്റ്സ് ആണ്. ഇതിൽ z0 കോൺസ്റ്റന്റ് ആണ്. z0 നമ്മൾ സെന്റർ എന്നാണ് പറയാം. ഓക്കെ, ഇനി നമ്മൾ z0 സീറോ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സെന്റർ സീറോ ആണെങ്കിൽ നമ്മൾ പവർ സീരീസ് എന്തായിട്ട് മാറും, a0 പ്ലസ് a1 ഇൻറ്റു z പ്ലസ് a2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് എന്നുള്ള ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് പവർ സീരീസിന്റെ ഒരു ഡെഫിനിഷൻ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പവർ സീരീസ് ഉണ്ട്, സമ്മേഷൻ n = 0 to infinity n into z minus n whole raised to n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്പർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, 1/r = ലിമിറ്റ് സുപ്രീമം മോഡ് an whole raised to 1/n. ഓക്കെ, അതായത് ഇതിലെ ഈ a എന്നുള്ള ടേംസ് ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ nth റൂട്ട് എടുക്കുക. ഓക്കെ, അതിന്റെ മോഡുലസിന്റെ nth റൂട്ടാണ് എന്ത്, മോഡ് an whole raised to 1/n. ഓക്കെ, അപ്പൊ ഇവിടുത്തെ a എന്നുള്ള nth ടേമിന്റെ മോഡുലസിന്റെ nth റൂട്ട് എടുക്കുക, അതിന്റെ ലിമിറ്റ് സുപ്രീം എടുക്കുക. അതായിരിക്കും എന്ത് ഒരു നമ്പർ. അത് നമ്മൾ 1/r എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1/r കിട്ടിയാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് r കിട്ടുമല്ലോ. ഈ r എന്നുള്ള നമ്പർ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. 0 ആയിരിക്കാം, ഇൻഫിനിറ്റി ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പവർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ ആണ്. അത് 0 ആവാം, ഇൻഫിനിറ്റി ആവാം, പോസിറ്റീവ് ആവാം. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണ്, നമ്മൾ ഈ പവർ സീരീസ് എന്ത് ചെയ്യും, ഇഫ് മോഡ് z minus a less than r then the series converges absolutely. ഓക്കെ, അതായത് നമ്മൾ a സെന്റർ ആയിട്ട് ഓക്കെ r റേഡിയസ് ഉള്ള ഓക്കെ ഈ നമുക്ക് ഇപ്പോൾ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ 1/r എന്നുള്ള, ഈ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പൊ നമുക്ക് r കിട്ടും. ഓക്കെ, അപ്പൊ ഈ റേഡിയസ് ഉള്ള a സെന്റർ ആയിട്ടുള്ള ഒരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്കിനകത്ത് എന്ത് ചെയ്യും, ഓക്കെ മോഡ് z minus a less than r എന്ന് എന്താണ് നമുക്കറിയാം, ഈ ഡിസ്കിനകത്തുള്ള പോയിന്റ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഡിസ്കിനകത്ത് നിന്ന് നമ്മൾ പവർ സീരീസ് എന്ത് ചെയ്യും, ആബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പവർ സീരീസിലെ ടേംസിന്റെ മോഡുലസിന്റെ സമ്മ് കൺവേർജ് ചെയ്യും. ഇതാണ് ആബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യാന്നാണ് മീനിങ്. ഓക്കെ, അതേപോലെ ഈ ഡിസ്കിന്റെ പുറത്തേക്ക് ഇതാ മോഡ് z minus a greater than r എന്ന് എന്താ, ഓക്കെ a സെന്റർ ആയിട്ട് ആ റേഡിയസ് ഉള്ള ഡിസ്കിന്റെ ഔട്ട് സൈഡ്. ഓക്കെ, ഈ ഔട്ട് സൈഡിൽ എന്ത് ചെയ്യും, ഈ പവർ സീരീസ് എന്ത് ചെയ്യും, ഈ സീരീസ് നമ്മുടെ പവർ സീരീസ് നമുക്ക് തന്ന സീരീസ് എന്ത് ചെയ്യും, അൺബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ a സെന്റർ ആയിട്ട് ആ റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് നമുക്ക് തന്ന പവർ സീരീസ് എന്ത് ചെയ്യും, ആബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും. ഡിസ്കിന്റെ പുറത്തേക്ക് നമ്മളെ പവർ സീരീസ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കൺവേർജ് ചെയ്യുന്ന ഡിസ്കിന്റെ റേഡിയസ് ഉണ്ടല്ലോ, ആ റേഡിയസിനെ നമ്മൾ എന്ത് പറയാം, സിമ്പിൾ ആയിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു പവർ സീരീസ് തന്നിട്ടുണ്ട്, സമ്മേഷൻ n = 0 to infinity n into z minus a whole raised to n. ഇങ്ങനെ ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനി മറ്റൊരു ഇക്വേഷൻ ആണ് r = limit n tends to infinity mod an by an plus 1. ഓക്കെ, അതായത് ഇവിടുത്തെ nth ടേം ഉണ്ടാവുമല്ലോ. ഓക്കെ, an by an plus 1 ന്റെ മോഡുലസ് എടുക്കുക. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ആയിരിക്കും എന്ത് കിട്ടുക, r കിട്ടുക, റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പൊ ഇത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അനാലിറ്റിക് ഫങ്ഷൻസ് എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. G എന്നുള്ളത് എന്താണ്, ഒരു ഓപ്പൺ സെറ്റ് ആണ്. C എന്നുള്ള കോംപ്ലക്സ് പ്ലെയിനുള്ള. ഓക്കെ, ഒരു ഓപ്പൺ സെറ്റിന്റെ മീനിങ് നമുക്ക് അതിനുള്ളിൽ ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഓപ്പൺ സെറ്റിന്റെ മീനിങ്. ഓക്കെ, ഇനി ഈ G എന്നുള്ള ഓപ്പൺ സെറ്റ് എന്ന് കോംപ്ലക്സ് പ്ലെയിനിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് f. ഓക്കെ, ഇനി f നെ നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ ഓക്കെ ഏത് പോയിന്റില്, G എന്നുള്ള സെറ്റിലെ a എന്നുള്ള പോയിന്റില് f എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ f of a plus h minus f of a by h എന്നുള്ള റേഷ്യോ നമ്മൾ ചൂസ് ചെയ്യാം.
ഓക്കെ, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നുള്ള റേഷ്യോ നമ്മൾ ചൂസ് ചെയ്യാം. ഈ റേഷ്യോന്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ഫംഗ്ഷൻ എഫ് എന്താണ്, എ എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ ഈ ഡിഫറൻഷ്യബിൾ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എ എന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ എ എന്നുള്ള പോയിന്റിലുള്ള ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ഇതാണ്, എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഓക്കെ, ഇനി നമ്മൾ എ എന്നുള്ള പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റി ആണ് ഇവിടെ പറഞ്ഞത്. ജി എന്നുള്ള സെറ്റിലെ ഓപ്പൺ സെറ്റിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും, ഈ ഫംഗ്ഷനെ എഫിനെ ഡിഫറൻഷ്യബിൾ ഓൺ ജി എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മളെ ഡിഫറൻഷ്യബിലിറ്റിന്റെ ഒരു ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രപ്പോസിഷൻ ആണ്, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, അതേ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ പറയുന്ന ഒരു റിസൾട്ട് ആണ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, എ ഫംഗ്ഷൻ എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ ജി. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഓപ്പൺ സെറ്റ് ജി ഉണ്ട്, അതിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ എഫിനെ അനാലിറ്റിക് എന്ന് പറയണമെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് ഡെറിവേറ്റീവ്, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ എഫിനെ അനാലിറ്റിക് എന്ന് പറയും. അതാണ് അതിന്റെ ലോജിക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കൊറോളറി ആണ്, ഒരു റിസൾട്ട് ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സീരീസ് ഉണ്ട്, സമ്മേഷൻ n equal to 0 to infinity n into z minus a whole raised എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പവർ സീരീസ് ആണല്ലോ. ഈ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് r പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പവർ സീരീസ് BAR എന്നുള്ള ഡിസ്കിൽ എന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എന്നുള്ള പോയിന്റ് സെന്റർ ആണല്ലോ, ഈ പവർ സീരീസിന്റെ സെന്റർ ഏതാണ്, എ ആണല്ലോ. അപ്പൊ എ സെന്റർ ആയിട്ട് ആ റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് ഈ പവർ സീരീസ് എന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പവർ സീരീസിന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് ഒരു റിസൾട്ട്. ഓക്കെ, അപ്പോൾ പവർ സീരീസ് നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് റേഡിയസ് ആയിട്ട് വരുന്ന ഡിസ്കിനകത്ത് ഈ പവർ സീരീസ് എന്ത് ചെയ്യും, അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു റിസൾട്ട് ആണ്, ജി എന്നുള്ള എന്താണ്, ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. ഓക്കെ, എഫ് ഫ്രം ജി ടു സി എന്നുള്ള എന്താണ്, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ് ഫോർ ഓൾ സെറ്റ് ഇൻ ജി. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലൊരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഉണ്ട്, അതിന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ആ എഫ് എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ജിയിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഡെറിവേറ്റീവ്, അതായത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിന് ഉള്ള ഒരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ് എല്ലാ പോയിന്റ്സിലും. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കോഷി റീമാൻ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ജി ടു സി ഉണ്ട്. ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എഫ് ഫ്രം ജി ടു സി അനാലിറ്റിക് ആണ്. ഇനി നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ എഫിനെ എഫ് ഓഫ് എക്സ് കോമ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എഫിന് നമുക്ക് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏതൊരു ഫംഗ്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് ഫംഗ്ഷന് നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഏതാണ്, യു ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട് ഏതാണ്, വി ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, ഇനി എഫ് എന്നുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അതായത് യു ഓഫ് എക്സ് വൈയും വി ഓഫ് എക്സ് വൈയും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, യു എക്സ് ഈക്വൽ ടു വി വൈ. ഓക്കെ, ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, ഇതൊക്കെയാണ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറഞ്ഞ മീനിങ്. എക്സ് യു എന്നുള്ള ഫംഗ്ഷന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും വൈന്റെ വി എന്നുള്ള ഫംഗ്ഷന്റെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അതായത് യു എന്നുള്ള ഈ ഫംഗ്ഷന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും
v എന്നുള്ള ഈ ഫംഗ്ഷന്റെ y ലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അതേപോലെ നമുക്ക് എന്ത് പറയാം, u ന്റെ y ലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും v ന്റെ x ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ നെഗറ്റീവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് റിസൾട്ട് ഇതാണ്, ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പറയാൻ പറ്റണമെന്നില്ല എന്ന് പറഞ്ഞാൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഫംഗ്ഷൻ എന്താവണമെന്നില്ല, അനലിറ്റിക് ആണെന്ന് നിർബന്ധമില്ല, അതിന് വേറെ കണ്ടീഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാം, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അനലിറ്റിക് അല്ല എന്ന് പറയാം. ഓക്കെ, അനലിറ്റിക് ആണെങ്കിൽ CR ഇക്വേഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അനലിറ്റിക് അല്ല എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫംഗ്ഷന് ഹാർമോണിക് എന്ന് പറയുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഡോ സ്ക്വയർ u ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ u ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മീനിങ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് uxx എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ u എന്നുള്ള ഫംഗ്ഷന്റെ എക്സിൽ 2 തവണ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് ഡോ സ്ക്വയർ u ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ uxx പ്ലസ് ഇത് നമുക്ക് u നമുക്ക് y-ൽ എന്ത് ചെയ്യുക, 2 തവണ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടിനെ കൂടെ സമ്മ് 0 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, ഹാർമോണിക് ആണെന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫംഗ്ഷൻ ഹാർമോണിക് ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഫംഗ്ഷന്റെ റിയൽ പാർട്ട്, ഈ റിയൽ പാർട്ട് എന്താണ്, u ഓഫ് എക്സ് വൈ ആണല്ലോ, ആ യുവിന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് uxx ഉം uyy ഉം എക്സിസ്റ്റ് ചെയ്യണം, അതിന്റെ സം എടുത്താൽ 0 കിട്ടുകയും വേണം. ഇതേപോലെ നമുക്ക് v ന്റെ കാര്യം പറയാം, vxx പ്ലസ് vyy 0 ആണെങ്കിലും ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറയാം. ഓക്കെ, തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അത് തിരിച്ച് പറയാൻ പറ്റണമെന്നില്ല നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ആ കാര്യം തിരിച്ച് പറയാൻ പറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ഉണ്ട് f from g to c എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, u v എന്താണ്, ഓക്കെ, ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആണ്. ഓക്കെ, അതായത് u v രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, ഈ യുക്കും വിക്കും എന്തുണ്ട്, കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഫംഗ്ഷന് ഈ ഫംഗ്ഷന്റെ യുക്കും വിക്കും എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ux ഉം uy ഉം അതേപോലെ vx ഉം vy ഒക്കെ എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ f equal to u plus iv എന്നുള്ള ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, അനലിറ്റിക് ആവും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് u and v satisfies the കോഷി റീമാൻ ഇക്വേഷൻ, യും വിയും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓക്കെ യും വിയും CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, യും വിയും CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് ux equal to vy uy equal to minus vx. ഓക്കെ, അതേപോലെ എന്ത് കണ്ടീഷനും കൂടി വേണം, u and v ഇതിന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് യുവിന്റെയും വിന്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, f equal to u plus iv എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും, അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവാൻ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്തായിരിക്കണം, അതിന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ f എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആവും. പക്ഷെ നമ്മൾ ഓർത്ത് വെക്കുക, അനലിറ്റിക് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒരു പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിൻ്റെ ഒരു സബ്സെറ്റ് G എന്നുള്ള റീജിയൻ ഉണ്ട്. ഓക്കെ, ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ക്ലോസ് ലെവൽ AB ന്ന് ഈ റീജിയൻ ജിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലോസ് ലെവൽ AB ന്ന് ഈ G എന്നുള്ള റീജിയനിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗാമേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ലെവൽ AB ന്ന് ജിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ,
ഇനി നോക്കൂ, അതേപോലെ ഇതിനെ സ്മൂത്ത് പാത്ത് എന്ന് പറയണമെങ്കിൽ, പാത്തിന് നമ്മൾ സ്മൂത്ത് പാത്ത് എന്ന് പറയണമെങ്കിൽ ഗാമന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഗാമ ഡാഷ് ഫ്രം എ ബി ടു സി എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്മൂത്ത് പാത്ത് എന്ന് പറയും. ഓക്കെ. ഇനി ഗാമനെ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയണമെങ്കിൽ ഈ എ ബി എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, അതായത് T0 to T1, T1 to T2 എക്സെട്ര Tn-1 to T എന്നുള്ള രൂപത്തിൽ ഇന്റർവെല്ലിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യാം. ഓരോ സബ് ഇന്റർവെല്ലിലും ഗാമ എന്താണ്? സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ഗാമനെ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് കൺഫോർമൽ മാപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലെ ഫ്രം ജി ടു സി എന്നുള്ള എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ ഫംഗ്ഷന് ആംഗിൾ പ്രിസർവ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ആംഗിൾ പ്രിസർവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഫ്രം ജി ടു സി എന്നുള്ളത്. അതേപോലെ അതിനൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അതിന്റെ മോഡ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് എ ബൈ മോഡ് സെറ്റ് മൈനസ് എ, ഈ സാധനത്തിന്റെ ഈ റേഷ്യോന്റെ ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ആംഗിൾ പ്രിസർവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? കൺഫോർമൽ മാപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി എഫ് അനാലിറ്റിക് ആണ്, അതേപോലെ ഡെറിവേറ്റീവ് നോൺ സീറോ ആണെങ്കിൽ എഫ് ഒരു കൺഫോർമൽ മാപ്പ് ആയിരിക്കും. റിസൾട്ട് ആണ് എഫ് അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് നോൺ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും? എപ്പോഴും ഒരു കൺഫോർമൽ മാപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെഫിനേഷൻ ആണ് മോബിയസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നമ്മളൊരു മാപ്പിംഗ് ചൂസ് ചെയ്യാം. എ മാപ്പിംഗ് ഓഫ് ദി ഫോം എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എ സെറ്റ് പ്ലസ് ബി ബൈ സി സെറ്റ് പ്ലസ് ടി. ഓക്കെ, is called linear fractional transformation. Okay, S of z is equal to AZ plus B by CZ plus D ഫോമിലുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇവിടുത്തെ എ ബി സി ഡി എന്നുള്ള 4 നമ്പേഴ്സ് കാണാം, 4 കോൺസ്റ്റൻസ്. ഇതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? എ ഡി മൈനസ് ബി സി നോൺ സീറോ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി നോൺ സീറോ ആണെങ്കിൽ നമ്മൾ ഈ മാപ്പിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ അതിനെ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു മാപ്പ് എ ഡി മൈനസ് ബി സി നോൺ സീറോ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മോബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോബിയസ് ട്രാൻസ്ഫോർമേഷന് പല നെയിംസ് ഉണ്ട്. ഇപ്പൊ എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് എ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അതിനെ പറയാം ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് എ, ഇത് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇനി എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സെറ്റ് ആണെങ്കിൽ എ നോൺ സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ഡയലേഷൻ എന്ന് പറയാം. ഓക്കെ, എസ് എന്നുള്ള മാപ്പിനെ നമ്മൾ ഡയലേഷൻ എന്ന് പറയും. ഇനി എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എസ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 ഓവർ സെറ്റ് ആണെങ്കിൽ 1 ബൈ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻവേർഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോബിയസ് ട്രാൻസ്ഫോർമേഷന് എക്സാമ്പിൾസ് ആണ്. ഇത് ഓരോന്നിനും എന്താണ് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ഭാഗമാണ്. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. എ ഫംഗ്ഷൻ ഗാമ ഫ്രം എ ബി ടു സി ഓർ എ ബി സബ്സെറ്റ് ഓഫ് ആർ ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഗാമ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ക്ലോസ് ലെവൽ എ ബിന്ന് സിയിലേക്കുള്ളൊരു ഗാമ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഇഫ് ദർ ഇസ് എ കോൺസ്റ്റന്റ് എം പോസിറ്റീവ്, നമുക്കൊരു കോൺസ്റ്റന്റ് നമ്പർ എം പോസിറ്റീവ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. സച്ച് ദാറ്റ് ഫോർ എനി പാർട്ടീഷൻ പി ഈക്വൽ ടു set of a equal to t0 less than t1 etc less than tm equal to b. അതായത് നമ്മൾ എന്ത് ചെയ്യാം, എ ബി എന്നുള്ള ഇന്റർവെല്ലിന്റെ ഒരു പാർട്ടീഷൻ പി ചൂസ് ചെയ്യാം. ഓക്കെ, എ ബി എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാം. എ നമ്മൾ എന്ത് ചെയ്യാം, t0 ആയിട്ട് എടുക്കുക, ഇത് t1, ഇത് t2 എക്സെട്ര, ഇത് എന്ത് ചെയ്യാം, tm ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഒരു എ ബി എന്നുള്ള ഇന്റർവെൽ നമ്മൾ ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? V of gamma p equal to summation k equal to 1 to m modulus of gamma of tk minus gamma of tk minus 1. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഗാമ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഗാമേന്റെ T2ലുള്ള T1ലുള്ള ഇമേജ് എടുക്കുക, T0ലുള്ള ഇമേജ് എടുക്കുക. ഓക്കെ, നോക്കൂ, ഗാമ ഓഫ് T1 മൈനസ് ഗാമ ഓഫ് T0 ഉണ്ടാവുമല്ലോ. ഓക്കെ, ഗാമ ഓഫ് T1ലുള്ള ഇമേജ് എടുക്കുക, ഗാമ ഓഫ് T0ലുള്ള ഇമേജ് എടുക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക, ഇതിന്റെ മോഡുലസ്. ഓക്കെ, പ്ലസ് അടുത്തത് ഗാമ ഓഫ് T2 ഉണ്ടാവുമല്ലോ, T2 മൈനസ് ഗാമ ഓഫ് അതിന്റെ തൊട്ട് ബാക്കിലുള്ള പോയിന്റിന്റെ ഇമേജ് മോഡുലസ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് എന്താണ് ഗാമ ഓഫ് Tm മൈനസ് ഗാമ ഓഫ് Tm മൈനസ് 1 ഇതിന്റെ മോഡുലസ്. ഓക്കെ, ഈ സമ്മ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും,
ഗാമക്ക് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം ഗാമ ഓഫ്, ഇവിടെ നൊട്ടേഷൻ ഉണ്ട്, വി ഓഫ് ഗാമ പി എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, വി ഓഫ് ഗാമ പി. ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് ഈ പി എന്നുള്ള നമ്മൾ എടുത്ത ഈ പാർട്ടീഷനുള്ള ഗാമന്റെ ബൗണ്ടഡ് വേരിയേഷൻ, അതാണ് വി ഓഫ് ഗാമ പി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഐഡിയ ഇതാണ്. ഓക്കെ, അതായത് ഓരോ പോയിന്റിലുള്ള ഇമേജിന് തൊട്ട് ബാക്കിലുള്ള പോയിന്റിന്റെ ഇമേജിന്റെ ഡിഫറൻസിന്റെ മോഡുലസിന്റെ സമ്മ. ഓക്കെ, ഇത് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എം ഫൈനൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടണമല്ലോ, ഇവിടെ ഒരു എം പോസിറ്റീവായിട്ട് കിട്ടണമല്ലോ, ആ പോസിറ്റീവ് എമ്മിന് താഴെയോ അതിന് ഈക്വലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഗാമ എന്നുള്ള ഫംഗ്ഷന് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ ഐഡിയ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റൊരു ലോജിക്കിൽ പറഞ്ഞാൽ ഇമേജസിന്റെ ഓരോ പാർട്ടീഷനുള്ള പോയിന്റ്സിന്റെ ഇമേജസിന്റെ ഡിഫറൻസിന്റെ ആബ്സല്യൂട്ട് വാല്യൂവിന്റെ സമ്മ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഫൈനൈറ്റ് ക്വാണ്ടിറ്റിന്റെ താഴെ വരണം. അങ്ങനെയാണെങ്കിൽ ഗാമ എന്നുള്ള ഫംഗ്ഷന് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഡെഫിനേഷൻ ആണ്. ഗാമ എന്നുള്ളത് എന്താണ്, ക്ലോസ് ഇന്റർവെൽ എ ബി എന്ന് സിയിലേക്കുള്ള ഒരു പാത്ത് ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഗാമ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗാമേന്റെ ഇമേജസ് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് ഇപ്പൊ എ ബിയിലുള്ള ഒരു വാല്യൂ ടി നമ്മൾ ചൂസ് ചെയ്ത്, ഓക്കെ, ക്ലോസ് ഇന്റർവെൽ എ ബി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടി എന്നുള്ള വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഓഫ് ടി എവിടുത്തെ പോയിന്റ് ആയിരിക്കും? ഓക്കെ, ഇവിടുന്ന് ഒരു ടി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഓഫ് ടി എവിടുത്തെ പോയിന്റ് ആയിരിക്കും? കോംപ്ലക്സ് നമ്പറിലെ കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഗാമേന്റെ എ ബി എന്നുള്ള ഇന്റർവെല്ലുള്ള ഇമേജസ് എടുക്കുക. ഓക്കെ, ഈ ഇമേജ് സെറ്റ്, ഓക്കെ, ഇവിടെ ഒരു ഇമേജ് സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഗാമ ഓഫ് ടി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ഗാമേന്റെ ഇമേജസിന്റെ സെറ്റ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാമേന്റെ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പാത്തിന് റെക്ടിഫയബിൾ പാത്ത് എന്ന് പറയണമെങ്കിൽ ഗാമ എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കണം, ഗാമ എന്നുള്ള ഫംഗ്ഷന് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫയബിൾ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കേർവ് ഉണ്ട്, എ കേർവ് ഗാമ ഫ്രം എ ബി ടു സി. ഓക്കെ, അപ്പൊ ക്ലോസ് ഇന്റർവെൽ എ ബി നിന്ന് സിയിലേക്കുള്ള ഒരു കേർവ് ഉണ്ട്. ഈ കേർവിനെ ക്ലോസ്ഡ് എന്ന് പറയണമെങ്കിൽ ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബി എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നോക്കൂ, അപ്പൊ ഇതാണ് നമ്മുടെ ഗാമ ഓഫ് എ എന്നുള്ള പോയിന്റ് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കേർവിനെ നമ്മളിങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗാമ ഓഫ് എയും ഗാമ ഓഫ് ബിയും ഈ പോയിന്റിലാണ് ഈക്വൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതെന്തായി, സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇങ്ങനത്തെ കേർവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് കേർവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റില് നമുക്ക് പറയാനുള്ളത് ലെബനിസ് റൂൾ ഫ്രം അഡ്വാൻസ്ഡ് കാൽക്കുലസ്. ലെറ്റ് phi from AB cross CD to C be a continuous function. AB cross CD നിന്ന് സിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് phi. ഇവിടെ നമ്മൾ AB cross CD എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ AB ആണ്, ഇതിപ്പോ എന്താണ് CD ആണെങ്കിൽ, ഓക്കെ, നമ്മളിതാ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കുന്നത് നമ്മുടെ AB cross CD എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എക്സ് കോർഡിനേറ്റും ഉണ്ടായിരിക്കും, ഓക്കെ, ഒരു വൈ കോർഡിനേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഇവിടുന്നും ഒരു പോയിന്റ് ഇവിടുന്നും ചൂസ് ചെയ്യുക. അപ്പോൾ ഈ phi എന്നുള്ള എന്താണ്, ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ phi ഫ്രം എ ബി ക്രോസ് സി ഡി ടു സി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ ജിനെ ഡിഫൈൻ ചെയ്യുക, ജി ഫ്രം സി ഡി ടു സി. ഓക്കെ, സിയിൽ നിന്ന് സി എന്നുള്ള കോംപ്ലക്സ് പ്ലെയിനിലേക്ക് ജി എന്നുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, ജി ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി phi ഓഫ് എസ് ടി ഡി എസ്. ഓക്കെ, അതായത് phi എന്നുള്ള ഈ 2 വേരിയബിൾ ഫംഗ്ഷനെ എസ് എന്നുള്ള പോയിന്റ് എ ബി എന്നും ടി എന്നുള്ള പോയിന്റ് സി ഡി എന്നും ചൂസ് ചെയ്യുക. phi ഓഫ് എസ് ടി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസിൽ എ ടു ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ജി ഓഫ് ടി. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജി ഓഫ് ടി എന്നാണ്. ഈ ഇന്റഗ്രൽ എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ജീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീനെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ ഡോ ഫൈ ബൈ ഡോ ടി എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ഡോ ഫൈ ബൈ ഡോ ടി എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എ ബി ക്രോസ് സി ഡിയിൽ. ഓക്കെ, എ ബി ക്രോസ് സി ഡിയിലെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഡോ ഫൈ ബൈ ഡോ ടി എന്നുള്ള ഫംഗ്ഷൻ. എന്ന് പറഞ്ഞാൽ എഫ് ഫൈ എന്നുള്ള നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷന്റെ വിത്ത് റെസ്പെക്ട് ടു ടിയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എ ബി ക്രോസ് സി ഡിയിൽ. ഈ ഡോ ഫൈ ബൈ ഡോ ടി എന്താണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ ജി എന്നുള്ള
നമ്മുടെ ഇന്റഗ്രല് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ ജിന്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അതിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എന്തായിരിക്കും? ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ഡോ ഫൈ ബൈ ഡോ ടി ഓഫ് എസ് ടി ഡി എസ്. അതായത് ആ ഫൈ എന്നുള്ള ഫംഗ്ഷന്റെ വിത്ത് റെസ്പെക്ട് ടു ടിയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ വിത്ത് റെസ്പെക്ട് ടു എസിലുള്ള ഇന്റഗ്രൽ ആയിരിക്കും എന്ത്? ജിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെബനിസ് റൂളിന്റെ ഐഡിയ. നെക്സ്റ്റ്, എ സ്പെഷ്യൽ കേസ് ഓഫ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ ഫ്രം ജി ടു സി എന്നുള്ള എന്താണ്? ഒരു അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, സപ്പോസ് ബി ബാർ എ ആർ സബ്സെറ്റ് ഓഫ് ജി. ഓക്കെ, ജി എന്നുള്ള സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? ബി ബാർ ഓഫ് എ ആർ എന്ന് പറഞ്ഞാൽ എ സെൻട്രൈറ്റ് ആർ റേഡിയസ് ഉള്ള ഒരു ക്ലോസ്ഡ് ബോൾ ആണ് എന്ത്? ബി ബാർ ഓഫ് എ എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, അത് എന്തിനകത്തുണ്ട്? ജി എന്നുള്ള സെറ്റിനകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഗാമ ഓഫ് ടി എന്നുള്ള ഒരു കേർവിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഗാമ ഓഫ് ടി ഇക്വൽ എ പ്ലസ് ആർ ഇ റൈസ് ടു എ ടി എന്ന് പറഞ്ഞാൽ എ സെൻട്രൈറ്റ് ആർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, എ സെൻട്രൈറ്റ് ആർ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് ഗാമ ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് എന്താണ്? എഫ് ഓഫ് സെറ്റിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് എ ഡി ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എവിടെ? ഏത് റീജിയനിൽ? എ സെൻട്രേറ്റ് ആർ റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് എഫ് ഓഫ് സെറ്റിന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലന്റെ ഒരു സ്പെഷ്യൽ കേസ്. ഓക്കെ, അതായത് എഫിന് എന്തുണ്ടായിരിക്കും? ഈ രൂപത്തിൽ നമുക്ക് ഒരു ഇന്റഗ്രലിന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറം ആണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പവർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഓവർ ആൻ ഓപ്പൺ ബോൾ ഇൻ സി. നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആ ബോളിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ സീരീസിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് എഫ് ബി അനാലിറ്റിക് ഇൻ ബി ആർ. എ സെൻട്രൈറ്റ് ആർ റേഡിയസ് ഉള്ള ഒരു ബോൾ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ബോൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോളിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? എഫ്. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് ഏത് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity an into z minus a raised to n. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എഫ് ഓഫ് സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ലോജിക്ക് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ഓപ്പൺ ബോളിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് പവർ സീരീസിന്റെ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പവർ സീരീസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ എ എന്നുള്ളൊരു കോഎഫിഷ്യന്റ് കാണുന്നില്ലല്ലോ, എൻ. ഈ എന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എൻ ഈക്വൽ ടു 1/n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു എൻ ഓഫ് എ. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് അവിടെ എ എന്നുള്ള കോഎഫിഷ്യൻസ്, അതായത് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു പവർ സീരീസിന് എന്തുണ്ടായിരിക്കും? റേഡിയസ് ഓഫ് കൺവേർജൻസ് ഉണ്ടായിരിക്കും. നമുക്കതിനെ ആറിന് ഡിനോട്ട് ചെയ്യാം. ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആറോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. അതാണ് നമ്മുടെ തിയറത്തിന്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് കോഷീസ് എസ്റ്റിമേറ്റ്. ലെറ്റ് എഫ് ബി അനാലിറ്റിക് ഇൻ ബി ആർ. ഓക്കെ, എ സെൻട്രൈറ്റ് ആർ റേഡിയസ് ഉള്ള ബോളിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എഫ്. ഓക്കെ, ആൻഡ് സപ്പോസ് മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഓൾ സെറ്റ് ഇൻ ബി എ ആർ. നമ്മൾ ഈ ബോളിനകത്തുള്ള ഏത് പോയിന്റ് സെറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, നമുക്ക് നമ്മുടെ എഫ് ഓഫ് സെറ്റ് എന്താണ്? ബൗണ്ടഡ് ആണ്. ഓക്കെ, മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ മീനിങ് ഈ ബോളിനകത്ത് എഫ് എന്നുള്ള അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ mod f raised to n of a always less than or equal to n factorial into m by r raised to n. Okay, mod f raised to n of a ന്റെ വാല്യൂ always less than or equal to എന്തായിരിക്കും? n factorial m by r raised to n ആയിരിക്കും. മാക്സിമം വാല്യൂ ഇതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് പറയാം? മൈനസ് n factorial m by r raised to n less than or equal to f raised to n of a less than or equal to n factorial m by r raised to n എന്ന് പറഞ്ഞാൽ മീനിങ് f raised to n of a ന്റെ മിനിമം വാല്യൂ ഇതായിരിക്കും, മാക്സിമം വാല്യൂ ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. നമുക്കിതൊരു റിസൾട്ട് ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു നോക്കാം. എഫ് ബി ആൻഡ് അനാലിറ്റിക് ഇൻ ദ ഡിസ്ക് ബി എ ആർ. ഓക്കെ, ഈ ബോളിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. ആൻഡ് സപ്പോസ് ദാറ്റ് ഗാമ ഇസ് എ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഇൻ ബി എ ആർ. ഗാമ എന്നുള്ളത് ഈ ബോളിനകത്തുള്ളൊരു ക്ലോസ്ഡ് കർവ് ആണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് എ സെൻട്രൈറ്റ് ആ റേഡിയസ് ഉള്ള ബോൾ ഇതാണെങ്കിൽ സപ്പോസ് നമ്മുടെ കേർവ് എന്താണ്? ഇതാ ഇങ്ങനെയുള്ള ഒരു കേർവ് ആണെന്ന് വിചാരിക്കാം. ഇത് ക്ലോസ്ഡ് കേർവ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് പോയിന്റ് സെയിം ആണ്. റെക്ടിഫയബിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അത്ര ഓർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഒരു കേർവ് ആണ് എന്ത്? റെക്ടിഫയബിൾ കേർവ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേർവ് ആണ് ഗാമ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു 0. ഓക്കെ, എഫ് എന്നുള്ള ഫംഗ്ഷനെ ഗാമയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലുള്ള വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനാലിറ്റിക് ഫംഗ്ഷനെ ഒരു ബോളിനകത്തുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് an entire function is a function analytic in the entire complex plane. entire complex plane, അതായത് കോംപ്ലക്സ് പ്ലെയിനിന്റെ ഏത് പോയിന്റിലും അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ entire ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, entire ഫംഗ്ഷൻ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കുക. f of z is equal to e raised to z. നമ്മൾ ഏത് സെറ്റിലും ഏത് പോയിന്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും f of z is equal to e raised to z എന്താണ്? അനാലിറ്റിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, അത് ഡിഫറൻഷ്യബിൾ ആണ്. എല്ലാ പോയിന്റിലും എന്താണ്? ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് e raised to z. ഓക്കെ, അപ്പോൾ ഇത് entire ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഒരു നെയിംഡ് ആയിട്ടുള്ള തിയറം ആണ് ലയവെല്ലിസ് തിയറം. ഓക്കെ, if f is a bounded entire function, ഓക്കെ, f ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള entire ഫംഗ്ഷൻ ആണ്, then f is a constant. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് entire ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് ലയവെല്ലിസ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഓക്കെ, if p of z is a non constant polynomial, p of z എന്നുള്ളതാണ് ഒരു കോൺസ്റ്റന്റ് അല്ലാത്ത ഒരു പോളിനോമിയൽ ആണ് p of z, then there is a complex number a with p of a equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ a ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, p of a 0 ആവുന്ന ഒരു a എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മീനിങ് p of z എന്നുള്ള ഈ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഒരു റൂട്ട് ആയിരിക്കും ആര്? ഒരു 0 ആയിരിക്കും ആര്? a എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്രയുടെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം മോഡുലസ് തിയറം. ഓക്കെ, if G is a region and f from G to C is analytic function such that there is a point A in G with mod f of a greater than or equal to mod f of z for all z in G. ഓക്കെ, നമ്മുടെ കയ്യിൽ G എന്നുള്ള എന്താണ്? ഒരു റീജിയൻ ആണ്. ഈ റീജിയന്ന് സിയിലേക്കുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എന്ത്? f. ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ G എന്നുള്ള റീജിയനിലുള്ള ഏത് പോയിന്റ് A ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് mod f of a always greater than or equal to mod f of z. ഓക്കെ, നമ്മൾ G യിലുള്ള ഏത് പോയിന്റ് സെറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും mod f of a greater than or equal to mod f of z ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പോയിന്റ് A ല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ f എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. then f is a constant. ഇതാണ് നമ്മുടെ മാക്സിമം മോഡുലസ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് ദി ട്രേസ് ഓഫ് ദി പാത്ത് ഗാമ ഫ്രം AB to C is the image set of gamma and is denoted by set gamma. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഗാമ എന്നുള്ള ഒരു പാത്ത് ഉണ്ട്. പാത്ത് എന്ന മീനിങ് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലോസ് ലെവൽ AB നിന്ന് സിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഗാമ. ഓക്കെ, ഈ ഗാമയുടെ ട്രേസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? നമ്മുടെ ഗാമേന്റെ ഇമേജ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഗാമേന്റെ ട്രേസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ട്രേസിനെ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഗാമ എന്നാണ്. സെറ്റ് ഗാമേന്റെ മീനിങ് എന്താണ്? ഗാമ ഓഫ് ടി, അതായത് ഗാമേന്റെ ഇമേജസിന്റെ പോയിന്റ്സ്, ഇമേജസിന്റെ കളക്ഷൻ. ഓക്കെ, സച്ച് ദാറ്റ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. അതായത് നമ്മളിപ്പോ ഒരു പോയിന്റ് ഇവിടെ നിന്ന് എടുത്ത് ഗാമേന്റെ ഇമേജ് ഇപ്പോ c എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ലെവൽ AB എന്ന് ചൂസ് ചെയ്തു. അപ്പൊ ഗാമ ഓഫ് c എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടായിരിക്കുക? നമുക്കറിയാം സിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരം പോയിന്റ്സിന്റെ കളക്ഷൻസ്, സിയിലുള്ള ഗാമേന്റെ ഇമേജസിന്റെ കളക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാമേന്റെ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. പ്രപ്പോസിഷൻ ഗാമ ഫ്രം ക്ലോസ് ലെവൽ 0,1 to C is a closed rectifiable curve. ഓക്കെ, 0,1 നിന്ന് സിയിലേക്കുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ് ഗാമ. ഓക്കെ, A നോട്ട് ബിലോങ്സ് ടു ട്രേസ് ഓഫ് ഗാമ. അതുപോലെ A എന്നുള്ള എന്താണ്? ഗാമേന്റെ ഇമേജ് സെറ്റിൽ ഇല്ലാത്ത ഒരു പോയിന്റ്സ് ആണ് A. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1/2πi into integral over gamma dz by z minus a is an integer. ഓക്കെ, നമ്മൾ ഇന്റഗ്രൽ ഓവർ ഗാമ dz by z minus a നെ നമ്മൾ എന്ത് ചെയ്തു? 1/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നമുക്കൊരു ഇന്റിജർ ആയിരിക്കും എന്നാണ് ഈ പ്രപ്പോസിഷൻ പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മീനിങ്, നമ്മൾ ഗാമേന്റെ ട്രേസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഗാമ ഓഫ് ടിന്റെ കളക്ഷൻ. ഇതാണ് നമ്മൾ ഗാമേനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമേജസിന്റെ കളക്ഷൻ ആണല്ലോ കിട്ടുക. അതാണ് നമ്മുടെ ഗാമ ഓഫ് ടി എന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ ഗാമേന്റെ ട്രേസ്. നമ്മൾ A എന്നുള്ളത് എന്താണ്? ട്രേസ് ഓഫ് ഗാമയിൽ ഇല്ലാത്ത പോയിന്റ്സ് ആണ്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ A എന്നുള്ള പോയിന്റ് നമുക്ക് എവിടെ വരയ്ക്കാൻ പറ്റില്ല? ഈ ഗാമേന്റെ മേലെ വരയ്ക്കാൻ പറ്റില്ല. ഈ കളക്ഷൻസ് ആണല്ലോ ഗാമേന്റെ ട്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ഗാമേന്റെ ട്രേസിൽ ഇല്ലാത്ത പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഗാമേനെ നമുക്ക് ഈ കർവിന്റെ മുകളിൽ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് എവിടെ വരയ്ക്കാം? ഒന്നുകിൽ
ഇതിന്റെ ഉള്ളിൽ വരാം അല്ലെങ്കിൽ പുറത്ത് വരാം. സപ്പോസ് എ എന്നുള്ളത് ഇവിടുത്തെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് എ എന്തിലില്ല, ട്രേസ് ഓഫ് ഗാമയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഗാമന്റെ മേലെ ഇല്ല, ഒന്നുകിൽ ഉള്ളിലാവാം അല്ലെങ്കിൽ പുറത്താവാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 1/z മൈനസ് എ എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗാമയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു dz. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, 1/z മൈനസ് എ എന്നുള്ള ഫംഗ്ഷനെ ഗാമയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് 1/2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണല്ലോ ഇവിടെ പറഞ്ഞ സാധനം. ഈ സാധനം എന്തായിരിക്കും, നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ഇന്റിജർ ആയിരിക്കും. ആ നമ്പറിനെയാണ് നമ്മൾ വൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒന്നുകിൽ 0 ആയിരിക്കും, 1 ആയിരിക്കും, 2 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും, -2 ആയിരിക്കും, എക്സെട്ര. അപ്പൊ ആ നമ്പറിനെയാണ് നമ്മൾ വൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്നുള്ള പോയിന്റിന് നമ്മളെ ഈ ഗാമ എന്നുള്ള കർവ് എത്ര തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ചുറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ് അതിന്റെ വൈൻഡിങ് നമ്പർ. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എ എന്നുള്ള കർവിനെ നമ്മൾ ഗാമ ഒരു തവണയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അതായത് ഈ നമ്പർ ഒരു ഇന്റിജർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. സപ്പോസ് നമ്മുടെ കർവ് എന്താണ്, ഞാൻ മറ്റൊരു ഫിഗർ ഇവിടെ വരയ്ക്കാം. ആ ഒരു ഫോമിൽ നമുക്ക് എങ്ങനെയാണ് ഗാമേന്റെ കർവ് വരാൻ നോക്കാം. സപ്പോസ് നമ്മുടെ കർവ് എങ്ങനെയാണ്, നോക്കൂ, ഇങ്ങനെയാന്ന് വിചാരിക്കാം. നോക്കൂ, എനെ ഈ കർവ് 2 തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കർവിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എനെ കൗണ്ട് ചെയ്യുമ്പോൾ എ ഇവിടെ ഒരു തവണ വന്നു. ഓക്കെ, പിന്നെ വീണ്ടും ഒരു തവണ കൂടി വന്നു എ. അപ്പൊ എ ഈ കർവിന്റെ ഉള്ളിൽ 2 തവണ ഉണ്ട്. അപ്പൊ ഈ നമ്പർ എന്തായിരിക്കും, ഈ നമ്പർ ഇതൊരു ഇന്റിജർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ, ഇന്റിജർ 2 ആയിരിക്കും. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കാം. ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വൈൻഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി ക്ലോക്കിന്റെ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അതിന്റെ വാല്യൂ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ വൈൻഡിങ് നമ്പറിന്റെ ഒരു ലോജിക്ക്. ഓക്കെ, നമ്മൾ പറഞ്ഞു എ എന്നുള്ള പോയിന്റ് ഗാമന്റെ ട്രേസിൽ ഉണ്ടാവാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇമേജിന്റെ മുകളിലൊന്നും വരാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ വരാം. ഓക്കെ, ഒന്നുകിൽ ഇതാ ഇവിടെ ഉണ്ട്, ഇനി പുറത്തും വരാം. ഓക്കെ, പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ ഇന്റിജർ എന്തായിരിക്കും, 0 ആയിരിക്കും. നോക്കൂ, എനെ ഈ പിന്നെ കർവ് എന്താണ് വൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും, ഈ ക്വാണ്ടിറ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, നോക്കൂ, നമ്മുടെ ഈ പോയിന്റ് ആണെങ്കിലോ, നമ്മുടെ എ എന്നുള്ളത് ഇവിടെയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടെ ആണെങ്കിലോ, നോക്കൂ, ഇവിടെ ഈ വൈൻഡ് എനെ വൈൻഡ് ചെയ്യുന്നില്ല. നോക്കൂ, ഈ വൈൻഡിങ് എനെ ഒരു തവണ, ഈ ഒരു കർവ് ഈ പുറത്തോട്ടുള്ള ഈ കർവ് എന്താണ്, എനെ ഒരു തവണ വൈൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം. ഈ വൈൻഡിങ് ആണ് എന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, എനെ ഉള്ളിലായിട്ട് വൈൻഡിങ് നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ എൻ ഗാമ ഓഫ്, അതായത് നമ്മൾ ഈ ഇന്റിജർ എന്തായിരിക്കും, ഇത് 1 ആയിരിക്കും. കാരണം എന്താണ്, ഈ വൈൻഡിങ് എന്തിനുള്ളിൽ വരുന്നില്ല, എനെ പുറത്തൂടെയാണ് വൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഇനി അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. എ കംപ്ലീറ്റ്ലി ഈ കർവിന്റെ പുറത്താണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. അത് ഫസ്റ്റ് വേർഷൻ എന്തെങ്ങനെയാണെന്ന് നോക്കാം. Let G be an open subset of the plane. ഓക്കെ, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിന്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആണ് G. ഓക്കെ, F from G to C എന്നുള്ളത് എന്താണ്, ഒരു അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, F from G to C എന്നുള്ളത് ഒരു അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. If gamma is a closed rectifiable curve in G. ഓക്കെ, ഗാമ എന്നുള്ളത് G എന്നുള്ള റീജിയണിലുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റെക്ടിഫയബിൾ ആയിട്ടുള്ള കർവ് ആണ്. റെക്ടിഫയബിൾ കർവിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക, അതിന് ബൗണ്ടഡ് വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കർവിന്റെ ലെങ്ത് ഫൈനൈറ്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഗാമ എന്നുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, n ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ 0 ആണ് ഫോർ ഓൾ ഡബ്ല്യു ഇൻ C മൈനസ് T. ഇതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്പറിനാണ് നമ്മൾ വൈൻഡിങ് നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിന് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടുത്തെ ഒരു G ആണിത്. ഓക്കെ, നമ്മൾ നോക്കൂ, ഇവിടെ C മൈനസ് T എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഇതാണ് എൻ്റയർ കോംപ്ലക്സ് പ്ലെയിന്, ഇതാണ് നമ്മുടെ G എന്നുള്ള സെറ്റ്. ഓക്കെ, നോക്കൂ, നമ്മുടെ C മൈനസ് T എന്നുള്ള ഏതായിരിക്കും, ഈ Gന്റെ ഔട്ട് സൈഡിലുള്ള മൊത്തം റീജിയൻ ആയിരിക്കും നമ്മുടെ C മൈനസ് T. ഓക്കെ, ഈ C മൈനസ് ടിയിലുള്ള ഒരു W എന്ന് പറഞ്ഞാൽ W എന്തിൽ ഉണ്ടാവാൻ പറ്റില്ല, Gയിൽ ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ W എന്നുള്ളത് Gന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് W. ഓക്കെ, ഇനി നോക്കൂ, ഗാമ എന്നുള്ളത് G എന്നുള്ള റീജിയണിലുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് എന്ന് നമുക്ക് എങ്ങനെ അതിന് വരയ്ക്കാം, ഇതാണ് ഗാമ. ഓക്കെ, നോക്കൂ,
ഇപ്പോൾ ഗാമ എന്നുള്ള പോയിന്റും ഗാമ എന്നുള്ള കേവും ഡബ്ല്യൂവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു എന്നുള്ള പോയിന്റ് ഗാമ എന്നുള്ള കേവിന്റെ പുറത്താണുള്ളത്. അപ്പൊ ഇതിന്റെ എൻ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വൈൻഡിങ് നമ്പറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എൻ ഗാമ ഡബ്ല്യു 0 ആവുന്ന നമ്മൾ ഡബ്ല്യൂസിന്റെ കളക്ഷൻസ് ആണ് എന്ത്? നമ്മുടെ സി മൈനസ് ടിയിലുള്ള പോയിന്റ്സ് എല്ലാം എന്താണ്? എൻ ഗാമ ഡബ്ല്യു 0 എന്ന് വിചാരിക്കാം. അപ്പോൾ സി മൈനസ് ടിയിലുള്ള ഏത് ഡബ്ല്യു എടുത്താലും എൻ ഗാമ ഡബ്ല്യു 0 ആവുന്ന ഗാമയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്ലോസ് റെക്ടിഫയബിൾ കർവാണ് ഗാമ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ജി മൈനസ് ട്രേസ് ഓഫ് ഗാമയിലുള്ള ഏത് പോയിന്റ് എ എടുത്തു കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എ എന്നുള്ള പോയിന്റിന് നമുക്ക് ജി മൈനസ് ട്രേസ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗാമേന്റെ മേലുള്ള പോയിന്റ്സ്, നമ്മൾ ഈ ബ്ലാക്ക് കർവിന്റെ മേലുള്ള പോയിന്റ്സ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ജിന്റെ അകത്തുള്ള എ ആയിരിക്കണം ജി മൈനസ് ഗാമയിൽ വരണം. ജി മൈനസ് ട്രേസ് ഓഫ് ഗാമയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉള്ളിൽ എടുക്കാം, അല്ലെങ്കിൽ എ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനുള്ളിൽ എടുക്കാം. ഓക്കെ, എന്തായാലും ജിന്റെ അകത്തായാൽ മതി, ഗാമേന്റെ മേലെ ആവാതിരുന്നാൽ മതി. ഇങ്ങനത്തെ ഒരു എ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻ ഗാമ എ ഇൻറ്റു എഫ് ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? അതായത് വൈൻഡിങ് നമ്പർ. എൻ ഗാമ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള പോയിന്റിൽ ഗാമ എന്നുള്ള കർവിന്റെ വൈൻഡിങ് നമ്പർ. എൻ ഗാമ എ ഇൻറ്റു എഫ് ഓഫ് എന്തിന് ഈക്വൽ ആയിരിക്കും? 1/2πi ഇൻറ്റു എഫ് ഓഫ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഡി സെറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഡി സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഡി സെറ്റിന്റെ ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 2πനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വാല്യൂ ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഡി സെറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 2πi ഇൻറ്റു എൻ ഗാമ ഇൻറ്റു എഫ് ഓഫ് എ ആയിരിക്കും. അതാണ് ഇവിടുത്തെ നമ്മളെ ലോജിക്ക്. ഓക്കെ, ഇപ്പൊ ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫസ്റ്റ് വേർഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. എ ക്ലോസ്ഡ് പാത്ത് ടി ഈസ് സെഡ് ടു ബി ട്രയാങ്കുലർ. ഓക്കെ, ഒരു ക്ലോസ്ഡ് പാത്തിനെ ട്രയാങ്കുലർ എന്ന് പറയണമെങ്കിൽ if it is a polygonal and has 3 sides. ഒരു പോളിഗണൽ സൈഡ്സ് ഉണ്ടായിരിക്കും. പോളിഗണൽ ആയിരിക്കണം, അതേപോലെ 3 സൈഡ്സ് വേണം. പോളിഗണൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സൈഡ്സ് വേണം. ഓക്കെ, അത് കറക്റ്റ് എത്ര ഉണ്ടായിരിക്കണം? 3 സൈഡ്സ് ആയിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ പാത്ത് ആണ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് ആണ്, ട്രയാങ്കുലർ ഷേപ്പിലാണ്. ട്രയാങ്കുലർ എന്ന് ഇവിടെ മീനിങ് ട്രയാങ്കിൾ ആവണമെന്നല്ല, മീനിങ് 3 സൈഡ്സ് വേണം. ഇത് പോളിഗൺ ആണ്, ക്ലോസ്ഡ് ആയിരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ട്രയാങ്കുലർ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് മൊറേറാസ് തിയറം. ലെറ്റ് ജി ബി എ റീജിയൻ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ജി ടു സി ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് ഇന്റഗ്രൽ ഓവർ ടി എഫ് ഈക്വൽ ടു 0. ഓക്കെ, ജി എന്നുള്ളത് റീജിയൻ ആണ്. ഈ റീജിയൻ സിയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ത്? എഫ്. ഓക്കെ, ഇനി നമ്മളൊരു ട്രയാങ്കുലർ പാത്ത് ടി ഉണ്ട്. ആ ട്രയാങ്കുലർ പാത്തിലൂടെ എഫ് എന്നുള്ള ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴുള്ള വാല്യൂ എന്താണ്? 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എവറി ക്ലോസ് ട്രയാങ്കുലർ പാത്ത് ടി ഇൻ ജി. ഓക്കെ, നമ്മളെ റീജിയൻ ജിയിലുള്ള ഏത് ട്രയാങ്കുലർ പാത്തിലൂടെയും, ഓക്കെ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ റീജിയൻ ഉണ്ട്, ആ റീജിയനിലുള്ള ഒരു ക്ലോസ്ഡ് ട്രയാങ്കുലർ പാത്ത് ആണ് ടി. ഈ പാത്തിലൂടെ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തുള്ള വാല്യൂ 0 ആണെങ്കിൽ then f is analytic in G. അങ്ങനെയാണെങ്കിൽ f എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയാനുള്ള ഒരു കണ്ടീഷൻ എന്താണ്? ഒരു റീജിയൻ നമ്മൾ ചൂസ് ചെയ്യുക, ആ റീജിയനിൽ ഒരു ക്ലോസ്ഡ് ട്രയാങ്കുലർ പാത്ത് നമ്മൾ ചൂസ് ചെയ്യുക, ആ ട്രയാങ്കുലർ പാത്തിലൂടെ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തുള്ള വാല്യൂ 0 ആണെന്ന് നമുക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ട്രയാങ്കുലർ പാത്തിലൂടെയുള്ള ഇന്റഗ്രൽ വാല്യൂ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. ഇതാണ് നമ്മുടെ മൊറേറാസ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. ലെറ്റ് ഗാമ നോട്ട് ഫ്രം ക്ലോസ് ലെവൽ 01 to G ആൻഡ് ഗാമ 1 ഫ്രം ക്ലോസ് ലെവൽ 01 to G ബി ടു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഇൻ എ റീജിയൻ G. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു റീജിയൻ G ഉണ്ട്. റീജിയൻ എന്ന് പറഞ്ഞാൽ മീനിങ് സിമ്പിൾ ആയിട്ട് ഒരു ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റിന് നമ്മൾ റീജിയൻ എന്ന് പറയാം. ഓക്കെ, ഒരു G എന്നുള്ള റീജിയനിലുള്ള ഒരു 2 ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഉണ്ട്. ഗാമ നോട്ടും ഗാമ 1 രണ്ടും ക്ലോസ് ലെവൽ 01 എന്ന ജിയിലേക്കുള്ള ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, നോക്കൂ, ഇനി ഗാമ നോട്ട് ഈസ് ഹോമോടോപ്പിക് ടു ഗാമ 1. ഓക്കെ, ഗാമ നോട്ട് എന്നുള്ള കർവ് ഗാമ 1ന് ഹോമോടോപ്പിക് ആണെന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ നോക്കാം. ഇഫ് ദർ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗാമ, നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ ഗാമ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. എവിടെ നിന്ന് അങ്ങോട്ട്? ക്ലോസ് ലെവൽ 01 ക്രോസ് 01 ടു G. ഓക്കെ, 01 ക്രോസ് 01 എന്ന് ജിയിലേക്ക്
നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ ഗാമ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? സച്ച് ദാറ്റ് ഗാമ ഓഫ് S0 ഈക്വൽ ടു ഗാമ നോട്ട് ഓഫ് S. ഓക്കെ, ഗാമ ഓഫ് S0 എന്നായിരിക്കണം, ഗാമ നോട്ട് തന്നെ ആയിരിക്കണം. ഗാമ ഓഫ് S1 ഈക്വൽ ടു ഗാമ 1 ഓഫ് S. ഗാമ ഓഫ് S1 ഗാമ 1 ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഗാമ ഓഫ് 0t ഈക്വൽ ടു ഗാമ ഓഫ് 1t. ഗാമ ഓഫ് 0t ഗാമ ഓഫ് 1t ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ഗാമ എന്നുള്ള ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഗാമ നോട്ടും ഗാമ 1 എന്താണ്? ഹോമോടോപ്പിക് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് കോഷീസ് തിയറം തേർഡ് വേർഷൻ. നമ്മൾ കോഷീസ് തിയറം സെക്കൻഡ് വേർഷൻ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് വേർഷനും ഫസ്റ്റ് വേർഷനും തമ്മിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് അത് നോട്ട്സ് റെഫർ ചെയ്യാം. ഓക്കെ, കോഷീസ് തിയറം തേർഡ് വേർഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. If gamma naught and gamma 1 are two closed rectifiable curves in G. Okay, ഒരു region G യിലുള്ള രണ്ട് closed rectifiable curves ആണ് gamma naught ഉം gamma 1 ഉം. Okay, and gamma naught homotopic to gamma 1. അതിന്റെ notation ഇതാണ്. gamma naught ഉം gamma 1 ഉം എന്താണ്? Homotopic ആണ്. Then integral over gamma naught f equal to integral over gamma 1 f. അതായത് f എന്നുള്ള ഫംഗ്ഷനെ ഗാമ നോട്ടിലൂടെയും ഗാമ 1ലൂടെയും ഇന്റഗ്രേറ്റ് ചെയ്തുള്ള വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇവിടെ f എന്തായിരിക്കണം? ഫോർ എവറി ഫംഗ്ഷൻ f അനാലിറ്റിക് ഓൺ G. ജിയിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഏത് ഫംഗ്ഷനെ ഗാമ നോട്ടിലൂടെയും ഗാമ 1ലൂടെയും ഇന്റഗ്രേറ്റ് ചെയ്തുള്ള വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ കോഷീസ് തിയറത്തിന്റെ തേർഡ് വേർഷൻ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഡെഫിനിഷൻ ആണ്. ഇഫ് G is an open set and gamma is homologous to 0. ഓക്കെ, G എന്താണ്? ഒരു ഓപ്പൺ സെറ്റ് ആണ്. ഗാമ എന്നുള്ളത് 0ക്ക് ഹോമോലോഗസ് ആണെന്ന് പറയണമെന്ന് വെച്ചാൽ മീനിങ് എന്താണ്? അതായത് ഇതിന്റെ മീനിങ് നമ്മൾ സിംബോളിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഗാമ ഹോമോലോഗസ് 0. ഇതിന്റെ മീനിങ് എന്താണ്? ഇഫ് n ഗാമ w ഈക്വൽ 0 ഫോർ ഓൾ w ഇൻ C minus G. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളെ G എന്നുള്ള സെറ്റിന്റെ പുറത്തുള്ള ഏത് w എടുത്തു കഴിഞ്ഞാലും n ഗാമ w ന്റെ വാല്യൂ 0 ആണ്. അതായത് വൈൻഡിങ് നമ്പർ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ഗാമനെ ഹോമോലോഗസ് 0 എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നെയിംഡ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം. ഓക്കെ, let G be a region and suppose f is a non constant analytic function in G. ഓക്കെ, നമുക്ക് എന്ത് പറയാം? f എന്നുള്ളത് ജിന്ന് സിയിലേക്കുള്ള ഒരു നോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് f. ഓക്കെ, ജി എന്നുള്ള റീജിയൻ ആണ്. ജിന്ന് സിയിലേക്കുള്ള ഒരു നോൺ കോൺസ്റ്റന്റ് അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് f. ഓക്കെ, then for any open set u in G, നമ്മൾ എന്ത് ചെയ്യുക? ഒരു u എന്നുള്ള ഒരു ഓപ്പൺ സെറ്റ് ജിയിൽ ചൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ ഇമേജ് f of u എവിടെ ആയിരിക്കും? നമുക്കറിയാം f of u സിയിലായിരിക്കുമല്ലോ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ f of u സിയിലായിരിക്കും. നമ്മളെ ഓപ്പൺ മാപ്പിംഗ് തിയറി പറയുന്നതാണ് u എന്നുള്ളത് ജിയിലെ ഓപ്പൺ സെറ്റ് ആണെങ്കിൽ f of u എന്നുള്ളത് സിയിലെ ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഓക്കെ, then f of u is open എന്ന് പറഞ്ഞ മീനിങ് ജിയിലുള്ള ഓപ്പൺ സെറ്റ്സിനെ സിയിലുള്ള ഓപ്പൺ സെറ്റ്സിലേക്കായിരിക്കും ആര് മാപ്പ് ചെയ്യുക? f എന്നുള്ള നോൺ കോൺസ്റ്റന്റ് അനാലിറ്റിക് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഓപ്പൺ സെറ്റിനെ ഓപ്പൺ സെറ്റിലേക്ക് മാപ്പ് ചെയ്യും. ആര്? f എന്നുള്ള നോൺ കോൺസ്റ്റന്റ് അനാലിറ്റിക് ഫംഗ്ഷൻ. ഇതിനാണ് നമ്മൾ ഓപ്പൺ മാപ്പിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ് ഗോസാറ്റ്സ് തിയറം. ഓക്കെ, let G be an open set and let f from G to C be a differentiable function. G എന്നുള്ളത് എന്താണ്? ഒരു ഓപ്പൺ സെറ്റ് ആണ്. ഈ ഓപ്പൺ സെറ്റിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് f. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f ജിയിൽ അനലിറ്റിക് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഗോസാറ്റ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂൾ ആണ്. തേർഡ് മൊഡ്യൂൾ ഫസ്റ്റ് ടോപ്പിക് ആണ് സിംഗുലാരിറ്റീസ്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ f ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് ഈസ് സിംഗുലർ ഓർ ഹാസ് എ സിംഗുലാരിറ്റി അറ്റ് എ പോയിന്റ് z is equal to a. ഓക്കെ, അപ്പൊ f എന്നുള്ളത് എന്താണ്? ഒരു കോംപ്ലക്സ് വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ഫംഗ്ഷന് സിംഗുലർ ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ a എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഒരു സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നോക്കാം. ഇഫ് f of z is not analytic at z is equal to a. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ഈവൻ ഡിഫൈൻഡ്. ഫംഗ്ഷൻ എന്താവരുത്? ഒന്നുകിൽ അനലിറ്റിക് ആവരുത് അല്ലെങ്കിൽ ഡിഫൈൻഡ് ആവരുത്. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ അനലിറ്റിക്കോ അല്ലെങ്കിൽ ഡിഫൈൻഡോ അല്ലാത്ത പോയിന്റ്സ് ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ വെരിഫൈ ദാറ്റ് 0 is a singular point of the function f of z is equal to 1 by z. ഇപ്പോൾ f of z is equal to 1 by z എന്നുള്ള ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ആണ് 0 എന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ ആയിരിക്കും. കാരണം എന്താ? 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് പോലും അല്ല. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അപ്പൊ എന്തായാലും എന്തായിരിക്കില്ല?
അനലിറ്റിക് ആയിരിക്കില്ല. അപ്പോൾ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത അല്ലെങ്കിൽ ഡിഫൈൻ ഇല്ലാത്ത ഒരു പോയിന്റ് ആണ് 0. സോ 0 എന്നുള്ളൊരു സിംഗുലർ പോയിന്റ് ആണ്. സോ എഫ് എന്നുള്ളത് എന്താണ്, ഒരു സിംഗുലർ ഫംഗ്ഷൻ ആണ് ഏത് പോയിന്റിൽ, 0 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ് ആണ്. രണ്ട് ടൈപ്പ് സിംഗുലാരിറ്റീസ് ഉണ്ട്, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് നോക്കാം. ഒരു സിംഗുലാരിറ്റിനെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയാൻ നോക്കാം. A singular point z is equal to a is an isolated singularity. Okay, a എന്നുള്ള പോയിന്റിനെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? If z is equal to a has a neighborhood without further singularities of f of z. z is equal to a എന്നുള്ള പോയിന്റിന്റെ ഒരു നൈബർഹുഡിൽ f of z ന് വേറെ സിംഗുലാരിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ a എന്നുള്ളത് എന്താണ്, നമുക്കൊരു പോയിന്റ് ആണ്. ഓക്കെ, എന്റെ ഒരു നൈബർഹുഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എ എന്താണ്, ഒരു സിംഗുലാരിറ്റി ആണ്. എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ആണ്. ഇനി എ എന്നുള്ള പോയിന്റിന്റെ നൈബർഹുഡിലൊന്നും എഫിന് എന്തില്ല, വേറെ സിംഗുലാരിറ്റീസ് ഇല്ല. എന്ന് പറഞ്ഞാൽ എ എന്നുള്ള പോയിന്റിൽ മാത്രമേ എഫിന് എന്തുള്ളൂ, എഫ് ഡിഫൈൻഡോ അല്ലെങ്കിൽ അനലിറ്റിക്കോ അല്ലാത്തതുള്ളൂ. എന്റെ ചുറ്റുവട്ടത്തുള്ള ഈ പോയിന്റ്സ് എല്ലാം ഫംഗ്ഷൻ ഒരു പ്രശ്നവുമില്ല, അനലിറ്റിക് ആണ്, ഡിഫൈൻഡ് ഒക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ സിംഗുലാരിറ്റി നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മീനിങ് ആണ്. അപ്പൊ ഇത് നോക്കൂ, ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ, ആ ഒരു പോയിന്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന പോയിന്റ് ആണ്, ആ പോയിന്റിൽ മാത്രമേ ഫംഗ്ഷന് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അനലിറ്റിക് അല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷന് കുഴപ്പങ്ങളൊന്നുമില്ല, അനലിറ്റിക് ആണ്, ഓക്കെ, ഡിഫൈൻഡ് ഒക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്, അത്തരം സിംഗുലാരിറ്റി നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയാം. ഇനി ഐസൊലേറ്റഡ് അല്ലാത്ത സിംഗുലാരിറ്റി നമ്മൾ നോൺ ഐസൊലേറ്റഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നൈബർഹുഡിലൊക്കെ ഫംഗ്ഷന്റെ വേറെയും സിംഗുലാരിറ്റീസ് കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിംഗുലാരിറ്റി നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. ഓക്കെ, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുക്കുക. ഇതിന്റെ സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് എന്താണ്, ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് എക്സ് വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ z is equal to 0 എന്ന് പറയുന്ന മീനിങ് എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ എക്സും വൈ എന്താണ്, 0 ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇതല്ലേ. ഓക്കെ, അപ്പൊ ഈ z is equal to 0 എന്നുള്ള പോയിന്റ്, അതായത് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ, അതായത് 0 ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്തതുള്ളൂ, ഡിഫൈൻഡ് അല്ലാത്തതുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ 0 സെന്റർ ആയിട്ട് ഒരു ഡിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതൊരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒന്നും ഫംഗ്ഷന്റെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ പോയിന്റിൽ മാത്രമേ പ്രശ്നമുള്ളൂ, പോയിന്റിന്റെ നൈബർഹുഡിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ഈ പോയിന്റ് 0നെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളെ സിംഗുലാരിറ്റി ഐസൊലേറ്റഡ് ഉണ്ട്, നോൺ ഐസൊലേറ്റഡ് ഉണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ, എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, അപ്പൊ ഐസൊലേറ്റഡിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ റിമൂവബിൾ, പോള്, എസെൻഷ്യൽ. അപ്പൊ നമുക്ക് ഇത് ഓരോന്നിന്റെ ഡെഫിനിഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, എ എന്നുള്ളത് അതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് z ടെൻഡ്സ് ടു എഫ് ഓഫ് സെറ്റ് ഫൈനൈറ്റ് കിട്ടി. അതായത് എഫ് ഓഫ് സെറ്റിന്റെ ലിമിറ്റ് എന്താണ്, അറ്റ് എ എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് എന്താണ്, ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടി, അതായത് ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് നമ്പർ കിട്ടി. ഓക്കെ, ഇങ്ങനെ ഈ കേസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ ഒരു റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണ് എന്ത്, എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എ എന്നുള്ളത് എന്താണ്, എഫിന്റെ ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഇനി നോക്കൂ, ഇനി ലിമിറ്റ് z ടെൻഡ്സ് ടു എ മോഡ് എഫ് ഓഫ് സെറ്റ് ഇൻഫിനിറ്റി ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഓഫ് സെറ്റിന്റെ മോഡുലസിന്റെ ലിമിറ്റ് എന്താണ്, ഇൻഫിനിറ്റി ആണ് കിട്ടിയത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എ എന്നുള്ള പോയിന്റ് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ പോൾ ആണെന്ന് പറയാം, പോൾ. ഓക്കെ, നോക്കൂ, നമുക്ക് കിട്ടിയ എന്താണ്, ലിമിറ്റ് z ടെൻഡ്സ് ടു എ എഫ് ഓഫ് സെറ്റ് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഫൈനൈറ്റും അല്ല ഇൻഫിനിറ്റും അല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ലിമിറ്റ് z ടെൻഡ്സ് ടു എഫ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് സിംഗുലാരിറ്റി ആണ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് ആണുള്ളത്, റിമൂവബിൾ, പോൾ, എസെൻഷ്യൽ. അത് നമുക്ക് ഈ 3 ഡെഫിനിഷൻസ് വെച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു 1/z. ഓക്കെ, നമുക്കിതിൽ ഈ പോയിന്റിൽ z is equal to 0 എന്നുള്ളത് എന്താണ്, ഈ ഫംഗ്ഷന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് നമുക്കറിയാം. ഓക്കെ, കാരണം എന്താണ്, z is equal to 0ൽ ഫംഗ്ഷൻ എന്തല്ല, ഡിഫൈൻഡ് അല്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുത്തു നോക്കാം. ഓക്കെ, ലിമിറ്റ് z ടെൻഡ്സ് ടു 0. ഓക്കെ, ഏത് പോയിന്റ് ആണ്, 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഇ റൈസ് ടു 1/z. ഇ റൈസ് ടു 1/z എന്നാ മീനിങ് എന്താണ്, ഇ റൈസ് ടു 1/0.
എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ, ഈ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് എന്താണ്? അതൊരു എക്സിസ്റ്റ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആണ്. നമുക്ക് റിയൽ കേസിൽ ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. കാരണം എന്താണ്? നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ വൈ വാല്യൂ എന്ത് ചെയ്യും? കൂടും. എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സിന്റെ വാല്യൂ കൂടും. ഓക്കെ, എക്സ് വാല്യൂ കൂടുമ്പോൾ ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫ് മേലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ വൈ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആവും എപ്പോഴും നമ്മളെ റിയൽ കേസിൽ. പക്ഷെ ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് കേസാണ്. അപ്പൊ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്തല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾ ഓർത്തിരിക്കുക, ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നമ്മൾ ഡസ് നോട്ട് എക്സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? 0 എന്നുള്ളത് ഇ റൈസ് ടു 1/z ഒരു എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണ്. അല്ലെങ്കിൽ ഇ റൈസ് ടു 1/z എന്തുണ്ട്? എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട്. ഏത് പോയിന്റിൽ? 0 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഞാനൊരു ഫംഗ്ഷൻ ഏതാണ്? f of z is equal to 2 divided by z minus 3 whole square. ഓക്കെ, നോക്കൂ, ഈ ഫംഗ്ഷന് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഏതാണ്? z is equal to 3 എന്നുള്ള പോയിന്റിൽ എന്താണ്? ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ അനലിറ്റിക് അല്ല. അതാണ് മീനിങ് എന്താണ്? z is equal to 3 എന്നുള്ളത് ഈ ഫംഗ്ഷന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ സിംഗുലർ പോയിന്റ് ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? ലിമിറ്റ് കൊടുത്തു നോക്കുക. ലിമിറ്റ് z tends to 3. നമ്മൾ ഏത് പോയിന്റ് ആണ് ചെക്ക് ചെയ്യുന്ന ആ പോയിന്റ് കൊടുത്തു നോക്കുക. ലിമിറ്റ് z tends to 3 f of z എന്ന് പറഞ്ഞാൽ f of z എന്ന് പറഞ്ഞാൽ എന്താണ്? 2/z minus 3 whole square. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഡിനോമിനേറ്ററിൽ 3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും. അപ്പൊ 2/0 എന്നാ വരിക. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമുക്ക് എന്താ കിട്ടുക? ഇൻഫിനിറ്റി എന്നാ കിട്ടുക. ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഇതൊരു പോളാണ്. z is equal to 3 is a pole. നോക്കൂ, ഇവിടെ ഈ പോളിന്റെ ഒരു ഓർഡർ ഉണ്ട്. നോക്കൂ, ഈ പോൾ എന്നുള്ളത് ഈ ഇവിടെ ഏതാണോ പവർ, ആ പവർ ആയിരിക്കും ഈ പോളിന്റെ ഓർഡർ. നോക്കൂ, ഇവിടെ പോളിന്റെ ഓർഡർ എന്താണ്? 2 ആണ്. ഇതാണ് പോളും അതിന്റെ ഓർഡറിന്റെയും ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ z is equal to 3 is a pole of order 2 നമുക്ക് പറയാം. നെക്സ്റ്റ് ഒരു തിയറമാണ്. ഈ തിയറത്തിന്റെ ഒരു ഐഡിയ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോർ എ ഗിവൺ പവർ സീരീസ്, നമ്മൾ അതിലൊരു പവർ സീരീസ് ഉണ്ട്. സമ്മേഷൻ n equal to 0 to infinity n into z minus a raised to n. ഓക്കെ, നമ്മൾ ഒരു പവർ സീരീസ് ഉണ്ട്. ഡിഫൈൻ ദ നമ്പർ r 0 less than or equal to r less than or equal to infinity by 1/r equal to limit supremum of mod n raised to 1/n. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പവർ സീരീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ a എന്നുള്ള കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, അതിന്റെ മോഡുലസിന്റെ nth റൂട്ട് എടുക്കുക. എന്നാൽ മോഡ് n raised to 1/n. അതിന്റെ ലിമിറ്റ് സുപ്രീമത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? 1/r എന്ന് വിളിക്കുക. ഈ 1/r എന്നുള്ള നമ്പർ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ 0 ഇൻഫിനിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ് r. അപ്പോൾ 1/r നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് എന്താണ്? ദെൻ ഇഫ് മോഡ് z minus a less than r എന്ന് പറഞ്ഞാൽ മീനിങ് a സെൻട്രേറ്റ്, ഇവിടെ നമ്മൾ ഒരു r ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ r റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് ഓക്കെ ദ സീരീസ് കൺവേർജസ് ആബ്സല്യൂട്ട്ലി. നമ്മുടെ പവർ സീരീസ് എന്ത് ചെയ്യും? ആബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ സീരീസിന്റെ ഓരോ ടേംസിന്റെയും മോഡുലസിന്റെ സം എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അതാണ് ആബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യുന്ന മീനിങ്. ഓക്കെ, ഇത് നോക്കൂ, ഇഫ് 0 less than r less than r. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഡിയസിനെക്കാട്ടിലും ചെറുതായിട്ട് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ചൂസ് ചെയ്യാം. നമ്മൾ റേഡിയസ് ചൂസ് ചെയ്യാം, ഒരു ഡിസ്ക് ചൂസ് ചെയ്യാം. ആ ഡിസ്കിനകത്ത് എന്ത് ചെയ്യും? ഈ ചെറിയ ഡിസ്കിനകത്ത് എന്ത് ചെയ്യും? നമ്മളെ പവർ സീരീസ് എന്ത് ചെയ്യും? യൂണിഫോംലി കൺവേർജ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ തിയറത്തിന്റെ ഒരു ഐഡിയ. ഇനി മറ്റൊരു തിയറം നോക്കാം. ലെറ്റ് എഫ് ബി അനാലിറ്റിക് ഇൻ ബി ആർ. എ സെൻട്രേറ്റ് ആ റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് എഫ് എന്താണ്? അനാലിറ്റിക് ആണ്. അങ്ങനെയാണ് നമുക്കറിയാം എഫിന് എന്തുണ്ട്? ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. Then f of z is equal to summation n equal to 0 to infinity n into z minus a raised to n. അപ്പോൾ നമുക്ക് f of z നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. for mod z minus a less than r എന്ന് പറഞ്ഞാൽ a സെൻട്രേറ്റ് ആ റേഡിയസ് ഉള്ള ഡിസ്കിനകത്ത് ഫംഗ്ഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ a എന്നുള്ള ടേംസ് ഉണ്ടല്ലോ, a എന്നുള്ള നമ്പേഴ്സ്. ആ a എന്നുള്ള നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 1/n factorial into f raised to n of a. ഇവിടെ f raised to n of a എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് f എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, f raised to n ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് f ഡബിൾ ഡാഷ് ഓഫ് a എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, n 2 ആയി കഴിഞ്ഞാൽ f ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് f at a. ഓക്കെ, അതേപോലെ ഈ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും? ഈ സീരീസിന് ദിസ് സീരീസ് ഹാസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r. ഈ ഫംഗ്ഷന് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഉണ്ടായിരിക്കും. അതൊന്നുകിൽ r അല്ലെങ്കിൽ r നേക്കാൾ കൂടുതലോ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
ഐഡിയ പഠിക്കാം. ലോറന്റ് സീരീസ് ഡെവലപ്മെന്റ്. ലോറന്റ് സീരീസിന്റെ ഐഡിയ എന്താണെന്ന് നോക്കാം നമുക്ക്. ലെറ്റ് എഫ് ബി അനലിറ്റിക് ഇൻ ദി annulus ഓഫ് എ R1 R2. ഇവിടെ annulus എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെൻട്രൈറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു റീജിയൻ എടുക്കാം. നോക്കൂ, ഈ റീജിയന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു റീജിയൻ നമ്മൾ annulus എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് റേഡിയസ് വരും. ഇതാണ് നമ്മുടെ R1, ഇതാണ് നമ്മുടെ R2. ഓക്കെ, അപ്പൊ ഈ ഒരു റീജിയൻ, അതായത് ഞാൻ ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്ത ഈ റീജിയൻ നമ്മൾ annulus എന്ന് പറയാം. ഓക്കെ, ഈ ആനുലസിനകത്ത് അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ ടു സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി an ഇൻറ്റു z മൈനസ് a റേസ് ടു n. ഓക്കെ, എഫ് ഓഫ് സെറ്റ് നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. വേർ ദ കൺവേർജൻസ് ഇൻ ദ ആബ്സല്യൂട്ട് ആൻഡ് യൂണിഫോം ഓവർ ദി ക്ലോസ്ഡ് annulus ഓഫ് a R1 R2 if R1 less than R1 less than R2 less than R2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ രണ്ട് റേഡിയസും കൂടെ എക്സ്ട്രാ എടുക്കും. നമ്മൾ ഈ ചെറിയ റേഡിയസിനേക്കാൾ ചെറുതായിട്ട് റേഡിയസ് എടുക്കുക, ഈ R1നേക്കാൾ വലുതായിട്ട് റേഡിയസ് എടുക്കുക. ഓക്കെ, നോക്കൂ, ഈ റീജിയണിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും? അതായത് R1 R2 ഈ ഒരു റീജിയൺ, എന്താ ഞാൻ ഇവിടെ ഈ ഒരു റീജിയൻ വരയ്ക്കാം. ഈ ഒരു റീജിയൺ എന്ത് ചെയ്യും? നമ്മളെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആയിരിക്കും, അതേപോലെ യൂണിഫോംലി കൺവെർജന്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്കൊരു an ഉണ്ടല്ലോ. ഈ an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? an ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് z ബൈ z മൈനസ് a റേസ് ടു n പ്ലസ് 1 dz. ഇതാണ് an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, വേർ ഗാമ ഈസ് ദ സർക്കിൾ മോഡ് z മൈനസ് a ഈക്വൽ ടു r. a സെൻട്രേറ്റ് ആ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് ഇത് ഇവിടുത്തെ ഗാമ എന്നുള്ള കർവ്. ഫോർ എനി R1 less than R2. R1 R2 എന്നുള്ള ഈ രണ്ട് റേഡിയസിന്റെ ഇടയ്ക്കുള്ളൊരു റേഡിയസ് നമ്മൾ ചൂസ് ചെയ്യുക. എ സെൻട്രേറ്റ് ആ റേഡിയസ് ഉള്ള ഡിസ്ക് ആണ് അല്ലെങ്കിൽ സർക്കിൾ ആണ് ഇത് ഗാമ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. മോർ ഓവർ ദിസ് സീരീസ് ഈസ് യുണീക്ക്. ഇങ്ങനെ നമുക്ക് എഫിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ സീരീസ് എന്തായിരിക്കും? ഈ സീരീസ് എക്സ്പ്രഷൻ യുണീക്ക് ആയിരിക്കും. നമുക്ക് എഫിനെ ഈ ഒരു രൂപത്തിൽ മാത്രമേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ലോറന്റ് സീരീസിന്റെ ഒരു ഐഡിയ. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ആനുലസ് റീജിയനിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് ഒരു പവർ സീരീസിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഈ ബ്ലൂ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാം? ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ രണ്ട് റേഡിയസും കൂടെ നമ്മൾ ചൂസ് ചെയ്യാം. ഈ റെഡ് ആനുലസിനകത്ത് ഈ സീരീസ് എന്ത് ചെയ്യും? ആബ്സല്യൂട്ട്ലി അതേപോലെ യൂണിഫോമിൽ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇതാണ് ലോറന്റ് സീരീസിന്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. ലെറ്റ് z is equal to a be an isolated singularity of f. ഓക്കെ, f എന്നുള്ള ഫംഗ്ഷന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ് z is equal to a. ഓക്കെ, ആൻഡ് ലെറ്റ് f of z is equal to summation minus infinity to infinity an into z minus a raised to n. ഓക്കെ, ഇവിടെ n equal to ഉണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെറ്റ് നമുക്ക് ഏത് രീതിയിൽ എഴുതാം? ഒരു പവർ സീരീസിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതേപോലെ എഫിന് z is equal to a എന്നുള്ള പോയിന്റിൽ ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ നോക്കൂ, എഫിന് നമുക്കറിയാം ഒരു പവർ സീരീസിന്റെ ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. ഇതാണ് എഫിന്റെ ലോറൻസ് എക്സ്പ്രഷൻ എന്ന് വിചാരിക്കുക. ഏത് ആനുലസിൽ? ആനുലസ് ഓഫ് a0r. ഓക്കെ, അതായത് 0r എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് 0 ആണ്. ഓക്കെ, ഇവിടെ ഒരു ആനുലസിലെ ഒരു റേഡിയസ് 0 ആയി കഴിഞ്ഞു, മറ്റൊരു റേഡിയസ് ഉള്ളെങ്കിൽ അത് ശരിക്കും എന്താണ്? അതൊരു ഡിസ്ക് ആണ്. അവിടെ ഡിസ്കിൽ 0 എന്നുള്ള ഭാഗം, 0 എന്നുള്ള പോയിന്റിൽ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള പോയിന്റിൽ ഹോൾ ഉള്ള ഒരു ആ റേഡിയസ് ഉള്ള ഡിസ്ക് ആണ് ഇത് നമ്മുടെ ആനുലസ്. ഈ ആനുലസിലുള്ള ഫംഗ്ഷന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ആണ് ഇതെന്ന് വിചാരിക്കാം. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാന്ന് നോക്കാം. Then z is equal to a is a removable singularity if and only if n equal to 0 for n less than or equal to -1. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു എഫിന് a എന്നുള്ള പോയിന്റിൽ ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനൊരു പവർ സീരീസ് ഉണ്ട് ഈ റീജിയനിൽ, ഈ ആനുലസിൽ. നോക്കൂ, ഇനി ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയണമെങ്കിൽ ന്റെ ടേംസ് 0 ആയിരിക്കണം. അതായത് n 0 ആയിരിക്കണം. ഫോർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇവിടെ 1/z മൈനസ് a ന്റെ ടേംസ് ഉണ്ടാവാൻ പാടില്ല.
നോക്കൂ ഇവിടെ നമ്മൾ n-ന് -1 കൊടുത്തു നോക്കുക എന്താ കിട്ടുക n-ന് -1 കൊടുത്തു കഴിഞ്ഞാൽ a-1 ഓക്കെ a-1 z-a⁻⁻1 എന്നാ കിട്ടുക. അതുകൊണ്ട് മീനിങ് എന്താണ്? ഇത് ശരിക്കും a-1 z-a⁻1 നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ z-a എന്ന് എഴുതിക്കൂടെ? എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? a-1 ഒരു നമ്പർ ആണ്, ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് അതിന് താഴെ ഒരു 1/z-a ഉണ്ടല്ലോ. ഈ 1/z-a ടേംസ് നമ്മുടെ എക്സ്പ്രഷനിൽ ഇല്ല എങ്കിൽ z = a എന്നുള്ളത് എന്താണ്? ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നോക്കൂ, z = a is a pole of order m if and only if a minus m equal to 0 for n less than or equal to minus of m plus 1. നമ്മുടെ റിമൂവബിൾ സിംഗുലാരിറ്റി, നമ്മുടെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി പോൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? 1/z-a ന്റെ ടേംസ് ഫൈനൈറ്റ് എണ്ണം മാത്രമേ നമ്മുടെ പവർ സീരീസിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ ഒരു പവർ സീരീസ് ഉണ്ടല്ലോ. ഈ പവർ സീരീസിൽ 1/z-a ന്റെ ടേംസ് ഫൈനൈറ്റ് എണ്ണം മാത്രമാണെങ്കിൽ z = a എന്നുള്ളത് എന്തായിരിക്കും? ഒരു പോൾ ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, z = a is an essential singularity. ഓക്കെ, നമ്മുടെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എസെൻഷ്യൽ സിംഗുലാരിറ്റി ആവാനുള്ള കണ്ടീഷൻ എന്താണ്? a നോൺ സീറോ ആയിരിക്കണം ഫോർ ഇൻഫിനിറ്റ്ലി മെനി നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ് n. എന്ന് പറഞ്ഞാൽ 1/z-a ന്റെ ടേംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടായിരിക്കണം. അതായത് 1/z-a എന്നുള്ള ടേംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫംഗ്ഷൻ f-ന് a എന്നുള്ള പോയിന്റിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ലോറൻസ് സീരീസ് എഴുതി കഴിഞ്ഞാൽ 1/z-a എന്നുള്ള ടേം ഇല്ല എങ്കിൽ a എന്നുള്ള പോയിന്റ് റിമൂവബിൾ സിംഗുലാരിറ്റി, 1/z-a എന്നുള്ള ടേം ഫൈനൈറ്റ് എണ്ണമാണെങ്കിൽ അത് പോൾ ആണ്, 1/z-a ന്റെ ടേം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് z = a എന്നുള്ളത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പോൾ നമുക്ക് റിമൂവബിൾ സിംഗുലാരിറ്റി, പോള്, എസെൻഷ്യൽ സിംഗുലാരിറ്റി, ഈ 3 ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റീസ് നമുക്ക് എന്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഫംഗ്ഷന്റെ ലോറൻസ് സീരീസ് എക്സ്പ്രഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റ് f have an isolated singularity at z = a. f എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട് a എന്നുള്ള പോയിന്റിൽ. ഓക്കെ, അതേപോലെ let f of z = summation n = -∞ to infinity n into z - a raised to n. ഓക്കെ, f of z നമുക്ക് ഈ ഒരു പവർ സീരീസിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. b its Lorentz expansion about z = a. അപ്പോൾ a എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? റെസിഡ്യൂ. ഓക്കെ, then the residue of f at z = a. f എന്നുള്ള ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് a-1. ഓക്കെ, അപ്പോൾ f എന്നുള്ള ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റെസിഡ്യൂ ഓഫ് f at a, that is equal to a-1 എന്നാണ്. നോക്കൂ, നമുക്ക് ഈ പവർ സീരീസിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ പവർ സീരീസിൽ n-ന് 0 കൊടുത്തു നോക്കുക, നിങ്ങൾക്ക് എന്താ കിട്ടുക? a0 into z - a raised to 0 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? a0 into z - a raised to 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ a0 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് നമുക്ക് a0 കിട്ടും. ഓക്കെ, ഇനി n-ന് നമ്മൾ 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ a1 into z - a raised to 1. അപ്പോൾ നമുക്ക് a1 into z - a raised to 1 പ്ലസ് n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ a2 into z - a raised to 2 പ്ലസ് എക്സെട്രാ. നമുക്ക് n-ന് 0 കൊടുത്തു, 1 2 3 കൊടുത്തു, -1 കൊടുക്കണ്ടേ? n-ന് -1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? a-1. നോക്കൂ, a-1 into z - a raised to -1. നമുക്ക് ഈ z - a raised to -1 നമുക്ക് 1/z - a എന്ന് എഴുതിക്കൂടെ? അപ്പൊ a-1/z - a എന്ന് എഴുതാം. ഓക്കെ, ഇനി n-ന് -2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? a-2/z - a സ്ക്വയർ പ്ലസ് എക്സെട്രാ. ഇതാണ് നമ്മുടെ ലോറൻസ് സീരീസ്. ഓക്കെ, ഇതാണ് ഈ സീരീസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഇതിൽ z = n = 1 n = -1 ആവുമ്പോഴുള്ള ടേം ഏതാ നോക്കുക? ഇതല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 1/z - a അല്ലേ? ഈ 1/z - a ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെയുള്ള ഈ കോംപ്ലക്സ് നമ്പർ ആണ്. ഈ കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിൽ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ റെസിഡ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ അതിൽ 1/z - a ന്റെ കോഎഫിഷ്യന്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷന്റെ a എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂ. ഓക്കെ, ഈ a എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂ ചിലപ്പോൾ എന്തായിരിക്കും?
സീറോ ആയിരിക്കും. കാരണം എന്താ, 1/z-a ടേം ഇല്ല എങ്കിൽ ആ വാല്യൂ എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറമാണ് റെസിഡ്യൂ തിയറം. ലെറ്റ് f be analytic in the region G except for the isolated singularities a1, a2, extra a. ഓക്കെ, G എന്നുള്ളൊരു റീജിയൻ ആണ്. ഈ റീജിയനിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, a1, a2, extra a. ഈ പോയിന്റ്സിൽ ഫംഗ്ഷൻ എന്തല്ല, അനലിറ്റിക് അല്ല, അല്ലെങ്കിൽ ഡിഫൈൻഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് f എന്നുള്ള അനലിറ്റിക് ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഇവിടെ നോക്കി അറിയാൻ പറ്റുക ഇല്ലേ, ഇതൊരു G എന്നുള്ള റീജിയൻ ആണ്. അതിനകത്ത് കുറെ a1, a2 എന്നുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിൽ ഒന്നും എന്തല്ല, ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. ഓക്കെ, ഇഫ് ഗാമ ഇസ് എ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഇൻ G. ഗാമ എന്നുള്ളത് എന്താണ്, ജിയിലുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. അവിടെ നിങ്ങൾക്ക് ഒരു ബ്ലൂ കർവ് കാണാം, ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് ലെങ്ത് ആണ്, ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. വിച്ച് ഡസ് നോട്ട് പാസ് ത്രൂ എനി ഓഫ് ദീസ് പോയിന്റ്സ് AK. നോക്കൂ, ഒരു പോയിന്റ്സ് a1, a2 എന്നുള്ള ഒരു പോയിന്റ്സിന്റെ മേലെ കൂടെയും ഈ ഗാമ എന്നുള്ള കർവ് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ആൻഡ് ഗാമ ഹോമോലോഗസ് സീറോ ഇൻ G. അതായത് n ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ്, ഇതിന്റെ മീനിങ് എന്താണ്, ഗാമ ഹോമോലോഗസ് സീറോ എന്ന മീനിങ് എന്താണ്, n ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ്, സീറോ ആണ്. ഫോർ ഓൾ w ബിലോങ്സ് ടു G. ഓക്കെ, C മൈനസ് G. C മൈനസ് ജിയിലുള്ള ഏത് w നമ്മൾ എടുത്താലും n ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ്, സീറോ ആണ്. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/2πa into integral over gamma f എന്തിന് ഈക്വൽ ആയിരിക്കും, summation k equal to 1 to m n gamma ak into residue of f at ak. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓവർ ഗാമ f into 1/2π ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി, ഓരോ പോയിന്റിലുള്ള ഇതെന്താണ് n ഗാമ ak എന്ന് പറഞ്ഞാൽ a1 എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂ, സോറി വൈൻഡിങ് നമ്പർ ഇൻറ്റു ആ പോയിന്റിലുള്ള റെസിഡ്യൂ പ്ലസ് ഇനി a2 എന്നുള്ള പോയിന്റിലുള്ള വൈൻഡിങ് നമ്പർ ഇൻറ്റു ആ പോയിന്റിലുള്ള റെസിഡ്യൂ പ്ലസ്, അങ്ങനെ ഓരോ പോയിന്റിലുള്ള, നമുക്കിവിടെ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ, സിംഗുലർ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ ഓരോ സിംഗുലർ പോയിന്റ്സിലുള്ള നമ്മുടെ വൈൻഡിങ് നമ്പർ ഇൻറ്റു ആ പോയിന്റിലുള്ള റെസിഡ്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, അത് സം ചെയ്യുക. ഇതിന് ഈക്വൽ ആയിരിക്കും എന്ത്, 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ എഫിന്റെ വാല്യൂ. ഇതാണ് നമ്മുടെ റെസിഡ്യൂ തിയറത്തിന്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. ഇഫ് G is open and f is a function defined and analytic in G. ഓക്കെ, G എന്നുള്ള ഒരു ഓപ്പൺ സെറ്റ് ആണ്, f എന്നുള്ളത് ഒരു G എന്നുള്ള സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള G എന്നുള്ള സെറ്റിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് f, എക്സെപ്റ്റ് ഫോർ പോൾസിൽ എന്തില്ല, f ഡിഫൈൻഡ് അല്ല, അനാലിറ്റിക് അല്ല. ഓക്കെ, then f is a meromorphic function on G. അങ്ങനെയാണെങ്കിൽ f നമ്മൾ മെറോമോർഫിക് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മീനിങ്, എഫിന്റെ സിംഗുലർ പോയിന്റ്സ് പോൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എഫിന് സിംഗുലാരിറ്റി ആയിട്ട് പോൾസ് എന്നുള്ള പോൾ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി മാത്രമേ ഉള്ളെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ. ഇതിന്റെ ഐഡിയ എന്താണെന്ന് നോക്കാം. ലെറ്റ് f be a meromorphic function in G with poles p1, p2, extra pm and 0 z1, z2, extra zn. ഓക്കെ, f എന്നുള്ള എന്താണ്, ഒരു മെറോമോർഫിക് ഫംഗ്ഷൻ ആണ് ഇവിടെ G എന്നുള്ള സെറ്റിലുള്ള. മീനിങ് എന്താണ്, എഫിന് സിംഗുലാരിറ്റി ആയിട്ടുള്ളത് പോൾസ് ആണ്. ഓക്കെ, എഫിന്റെ പോൾസ് ഏതൊക്കെയാണ്, p1, p2, extra pm, m പോൾസ് ഉണ്ട്. അതേപോലെ ഈ ഫംഗ്ഷൻ 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, z1, z2, extra zn, n നമ്പർ ഓഫ് സീറോസും ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, counted according to multiplicity. If gamma is a closed rectifiable curve in G with gamma homologous 0. Gamma എന്നുള്ളത് ഒരു closed rectifiable curve ആണ്, gamma homologous 0 ആണ്. നമ്മുടെ മീനിങ് n gamma w ന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, and not passing through p1, p2, extra pm, z1, z2, extra zn. ഒരു സീറോസിലൂടെയും ഒരു പോൾസിലൂടെയും ഗാമ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, 1/2π ഇന്റഗ്രൽ ഓവർ ഗാമ f ഡാഷ് ബൈ എഫ്. ഓക്കെ, അതായത് 1/2π ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഗാമ f ഡാഷ് ബൈ എഫ് എന്നുള്ളതിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും, summation k equal to 1 to n gamma zk minus summation j equal to 1 to n gamma pj. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സീറോസ്, ഇവിടെ zk എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷന്റെ സീറോസ് ആണ്. ഈ സീറോസ് ആയിട്ടുള്ള പോയിന്റ്സിൽ വരുന്ന വൈൻഡിങ് നമ്പർ എടുക്കുക. ഓരോ z1 എന്നുള്ള പോയിന്റിലുള്ള വൈൻഡിങ് നമ്പർ പ്ലസ് z2 എന്നുള്ള പോയിന്റിലുള്ള വൈൻഡിങ് നമ്പർ പ്ലസ് എക്സെട്ര zn എന്നുള്ള പോയിന്റിലുള്ള വൈൻഡിങ് നമ്പർ എന്ന് പറഞ്ഞാൽ വൈൻഡിങ് നമ്പേഴ്സിന്റെ സമ്മ് നമ്മൾ ആഡ് ചെയ്യാം. മൈനസ് അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പോൾസിലുള്ള വൈൻഡിങ് നമ്പറിന്റെ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഈ ഡിഫറൻസ് ആയിരിക്കും എന്തിന്റെ വാല്യൂ, ഈ ഇന്റഗ്രലിന്റെ വാല്യൂ.
ഓക്കെ, അതാണ് ഇവിടെ ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോഷസ് തിയറം. റോഷസ് തിയറത്തിന്റെ ഐഡിയ എന്താ നോക്കാം. സപ്പോസ് എഫ് ആൻഡ് ജി ആർ മെറോമോർഫിക് ഇൻ എ നൈബർഹുഡ് BAR ബാർ. ഓക്കെ, നമ്മൾ എ സെൻട്രേറ്റ് ആർ റേഡിയസ് ഉള്ള ഒരു ക്ലോസ്ഡ് ബോൾ ഉണ്ട്, അതാണ് BAR ബാർ. ഓക്കെ, ഇൻക്ലൂഡിങ് ബൗണ്ടറിയും കൂടെ നമ്മുടെ ആ ബോളിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ബാർ ഇവിടെ വന്നത്. ഓക്കെ, അപ്പൊ ഈ ബോളിനകത്ത് ഈ ഒരു നൈബർഹുഡിനകത്ത് മെറോമോർഫിക് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് എഫും ജിയും. ഓക്കെ, അതായത് എഫിന്റെയും ജിയുടെയും സിംഗുലർ പോയിന്റ്സ് ആയിട്ട് പോൾസ് മാത്രമേ ഉള്ളൂ. വിത്ത് നോ സീറോസ് ഓർ പോൾസ് ഓൺ ദി സർക്കിൾ ഗാമ സച്ച് ദാറ്റ് മോഡ് സെറ്റ് മൈനസ് സൈക്കിൾ ടു ആർ. അതായത് എ സെൻട്രേറ്റ് ആർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ മേലെ എന്തില്ല, ഫംഗ്ഷന് എഫിനും ജിക്കും എന്തില്ല, സീറോസോ പോൾസോ ഇല്ല. ഓക്കെ, ഇഫ് സെറ്റ് എഫ് കോമ സെറ്റ് ജി ആർ ദി നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫ് ആൻഡ് ജി. ഓക്കെ, ഇൻസൈഡ് ഗാമ. ഓക്കെ, ഗാമ എന്നുള്ള ക്ലോസ്ഡ് സർക്കിളിന്റെ ഉള്ളിൽ, ഓക്കെ, എ സെൻട്രേറ്റ് ആർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഉള്ളിൽ എഫിനും ജിക്കുമുള്ള നമ്പർ ഓഫ് സീറോസ് ആണ് എന്ത്, ZF ഉം ZG ഉം. ഓക്കെ, കൗണ്ടഡ് അക്കോർഡിംഗ് ടു ദി their multiplicities. ഓക്കെ, അതുപോലെ PF and PG are the number of poles of F and G inside gamma counted according to their multiplicities. ഇനി PF ഉം PG എന്താണ്, F എന്നുള്ളതും G എന്നുള്ള ഫംഗ്ഷന്റെ പോൾസിന്റെ എണ്ണാണ്. ഏത്, നമ്മുടെ ഗാമ എന്നുള്ള സർക്കിളിന്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ മീനിങ് ഏതാണ്, നമ്മുടെ സർക്കിൾ ഏതാണ്, എ സെൻട്രേറ്റ് ആർ റേഡിയസ് ഉള്ള ഈ സർക്കിളിനകത്തുള്ള എഫ് എന്നുള്ള ഫംഗ്ഷന്റെയും ജി എന്നുള്ള ഫംഗ്ഷന്റെയും നമ്പർ ഓഫ് പോൾസ് ആണ് PF ഉം PG ഉം. ഓക്കെ, ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇഫ് മോഡ് എഫ് പ്ലസ് ജി, മോഡ് എഫ് ഓഫ് സെറ്റ് പ്ലസ് ജി ഓഫ് സെറ്റ് ലെസ് ദാൻ മോഡ് എഫ് ഓഫ് സെറ്റ് പ്ലസ് മോഡ് ജി ഓഫ് സെറ്റ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് പ്ലസ് ജി ഓഫ് സെറ്റ് ലെസ് ദാൻ എന്താണ്, മോഡ് എഫ് ഓഫ് സെറ്റ് പ്ലസ് മോഡ് ജി ഓഫ് സെറ്റ് ആണ്. ഓക്കെ, എവിടെ, ഗാമയിൽ. അങ്ങനെയാണെങ്കിൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, ZF മൈനസ് PF. ഓക്കെ, അതായത് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സീറോസ് നിന്ന് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ പോൾസ് കുറയ്ക്കുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ZG മൈനസ് PG. ജി എന്നുള്ള ഫംഗ്ഷന്റെ സീറോസ് മൈനസ് ജി എന്നുള്ള ഫംഗ്ഷന്റെ പോൾസ്, ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ എന്ത് തിയറം പറയുന്നത്, നമ്മുടെ റോഷസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്വാർസ് ലെമ്മയാണ്. ലെമ്മന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് D equal to set of all Z such that mod Z less than 1. എന്ന് പറഞ്ഞാൽ മീനിങ് 0 സെൻട്രേറ്റ് 1 റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് നമ്മൾ മീൻ ചെയ്യാം. 0 സെൻട്രേറ്റ് 1 റേഡിയസ് ഉള്ള ഡിസ്ക്. നോക്കൂ, ഇതിന്റെ ബൗണ്ടറി നമുക്ക് വേണ്ട, കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബൗണ്ടറി ഇല്ലാത്ത എന്താണ് ഒരു ബോൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതാണ് D എന്നുള്ള സെറ്റ്. ഓക്കെ, ആൻഡ് സപ്പോസ് F ഈസ് അനാലിറ്റിക് ഓൺ D. ഈ ബോളിൽ F എന്താണ്, അനാലിറ്റിക് ആണ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വിത്ത് മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ സെറ്റ് ഇൻ D. D എന്നുള്ള സെറ്റിലുള്ള ഏത് പോയിന്റ് സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, D എന്നുള്ള സെറ്റിലുള്ള ഏത് പോയിന്റ് സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എന്നാൽ എഫിന്റെ മാക്സിമം വാല്യൂ 1 1ൽ കുറവാണ്. ഓക്കെ, അതേപോലെ എഫ് ഓഫ് 0 എന്താണ്, 0 ആണ്. 0ലെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഷ്വാർസ് ലെമ്മ പറയുന്നത് എന്താണ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദെൻ മോഡ് എഫ് ഡാഷ് ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഫംഗ്ഷന്റെ 0ലുള്ള ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂ 1 1ൽ കുറവായിരിക്കും. ഓക്കെ, ആൻഡ് അതേപോലെ എന്തും കൂടെ പറയുന്നുണ്ട്, മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ഫോർ ഓൾ സെറ്റ് ഇൻ ദ ഡിസ്ക് D. D എന്നുള്ള ഡിസ്കിനകത്തുള്ള ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ആയിരിക്കും. എന്നാൽ മീനിങ് ഇതിന്റെ മറ്റൊരു മീനിങ് മോഡ് എഫ് ഓഫ് സെറ്റ് ബൈ മോഡ് സെറ്റിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ഈ D എന്നുള്ള ഡിസ്കിനകത്ത്. അതുപോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മോർ ഓവർ ഇഫ് മോഡ് എഫ് ഡാഷ് ഓഫ് 0 1, നമ്മളെ 0 എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ മോഡുലസ് 1 ആണെങ്കിൽ, ഓക്കെ, ഓർ ഇഫ് മോഡ് എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ ടു മോഡ് സെറ്റ് ഫോർ സം സെറ്റ് ഇസിക്കൽ ടു നോൺ സീറോ. അതായത് ഏതെങ്കിലും ഒരു നോൺ സീറോ ആയിട്ടുള്ള ഒരു പോയിന്റിൽ മോഡ് എഫ് ഓഫ് സെറ്റും മോഡ് സെറ്റും ഈക്വൽ ആണെങ്കിൽ then there is a constancy. നമുക്ക് എന്ത് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റും, ഒരു കോൺസ്റ്റന്റ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ കോൺസ്റ്റന്റ് നമ്പറിന്റെ മോഡുലസ് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് 1 ആയിരിക്കും. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, എഫ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സി ഡബ്ല്യു. ഓക്കെ, അപ്പൊ എഫ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സി ഡബ്ല്യു ആവുന്ന ഒരു സി എന്നുള്ള ലെങ്ത് 1 ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എപ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു നോൺ സീറോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെറ്റും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഫോർ ഓൾ ഡബ്ല്യു ഇൻ D. ഡിയിലുള്ള ഏത് ഡബ്ല്യു നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ഡബ്ല്യു എന്തായിരിക്കും, സം സി ഇൻറ്റു ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഷ്വാർസ് ലെമ്മയുടെ
സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. അപ്പോൾ ഷോർട്ട്സ് ലെമ്മ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു റീജിയൻ നമ്മൾ ചൂസ് ചെയ്യണം, ഒരു സെറ്റ് നമ്മൾ ഡിസ്ക് ചൂസ് ചെയ്യണം, അതിനകത്തുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കണം എഫ്. ഈ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കൂടാതെ എക്സ്ട്രാ ഈ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ എങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സി നമുക്ക് ഫൈൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ.